വിജയാർസിമ എവരിബഡി. റംസാൻ മാസത്തെ കഠിന വ്രതം കഴിഞ്ഞ് ആഫ്റ്റർ ഒരു നല്ല പെരുന്നാൾ ആഘോഷിച്ച് എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് വീണ്ടും ആർ സി എമ്മിന്റെ പ്രവർത്തനത്തിലേക്ക് വളരെ സജീവമായിട്ട് ഇറങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ കേരള പ്ലാറ്റ്ഫോമിൽ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. മൂർ സാറാണ് എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചത്. ബിനു സാർ പ്രത്യേകം സപ്പോർട്ട് ചെയ്തു. പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഗ്രേറ്റ് ലീഡർ ഗോപകുമാർ സാർ, അതുപോലെ തന്നെ സിയാർ മൂർ സാർ, കേരളത്തിലെ ഈ ബിസിനസ് നയിക്കുന്ന റൂബിമാർ, എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. കൂടാതെ ഇന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന എല്ലാ പി യു സി ഓണേഴ്സിനെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സക്സസിന് ഗുണകരമാണ് ഇന്ന് എൻ്റെ പ്രോഗ്രാം എന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പായിട്ടും സക്സസ് ആയിരിക്കും അത്. കാരണം നിങ്ങളിത് ശരിക്കും ശ്രദ്ധയോടുകൂടി കേൾക്കണം. കേരളത്തിലെ ആദ്യത്തെ ഒരു പി യു സി ഓണറാണ് ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയാറുണ്ട്, പല പല റെക്കോർഡുകളും തിരുത്തി കുറിക്കാം, ചില റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ ആർ സി എമ്മിലെ സ്റ്റാർ റൂബിയാണ്, കേരളത്തിലെ രണ്ടാമത്തെ കോർ ലീഡറാണ്. സ്റ്റാർ റൂബിയിൽ നിന്ന് അടുത്ത എൻ്റെ പിൻ പൊസിഷൻ എന്ന് പറയുന്നത് സഫയർ ആണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് സഫയർ ആവാം. എൻ്റെ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് അവർക്ക് അതിലേക്ക് പോവാം. മൂർ സാർ സഫയർ ആണ്. മൂർ സാറിന്റെ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് സുധാരൻ സാറിനോ അതല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പം ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും സ്റ്റാർ സഫയർ ആയിക്കൊണ്ട് ആ റെക്കോർഡ് തിരുത്താം. ചില റെക്കോർഡുകൾ തിരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് ഏറ്റവും പ്രധാന കാരണം, കേരളത്തിലെ ആദ്യത്തെ പി യു സി ഓണർ എന്ന് പേരുള്ള എൻ്റെ ഒരു റെക്കോർഡുണ്ട്. അത് ഇനി ആർക്കും തിരുത്താൻ പറ്റില്ല, അത് ഞാൻ തന്നെയാണ്. അപ്പോ ആ ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ ടേൺ ഓവറിന്റെ കാര്യത്തിലാവട്ടെ, മറ്റുള്ള എല്ലാ കാര്യത്തിലാവട്ടെ, അതിലൊക്കെ കേരളത്തിലെ ഓരോ പിക്കപ്പ് സെന്ററുകാർക്കും എന്നെക്കാൾ കൂടുതൽ നല്ല ബിസിനസ് ചെയ്തുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് വരാം. അങ്ങനെ തന്നെ വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുജിത് കുമാറാണ്. ബേസിക്കലി ഇപ്പോൾ ഞാൻ കോഴിക്കോടുകാരനാണ് എന്ന് പറയുമ്പോൾ, മുമ്പ് ഞാൻ കോഴിക്കോടുകാരനായിരുന്നില്ല. ആർ സി എമ്മിൽ വന്നതിന് ശേഷമാണ് ഞാൻ കോഴിക്കോടുകാരനായത്. അതിനു മുമ്പ് ഞാൻ കോഴിക്കോടിന് തൊട്ടടുത്തുള്ള മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ് ജനിച്ചു വളർന്നത്. എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ സാഹചര്യങ്ങളോട് ഒന്ന് പറയാറുണ്ട്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും 3 കുട്ടികളാണ്. ഏട്ടൻ സർക്കാർ ഗസറ്റ് ഓഫീസറാണ്, ഓൾറെഡി ഇപ്പം റിട്ടയർ ആയി. ഏട്ടൻ്റെ വൈഫ് ടീച്ചറാണ്. അനിയൻ ഗസറ്റ് റാങ്കിലാണ്. അനിയൻ്റെ വൈഫ് ടീച്ചറാണ്. വീട്ടില് സർക്കാർ ജോലി തരാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. PSC ഞാനും കുറെ എഴുതിയതാണ്, പക്ഷെ സർക്കാർ എനിക്ക് ജോലി തന്നില്ല, അവർക്ക് 2 പേർക്കും ജോലി കൊടുത്തു എന്ന് ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ആ വിഷമമൊന്നുമില്ല കേട്ടോ. ആ കാലഘട്ടത്തിൽ എനിക്ക് അതിയായ വിഷമം ഉണ്ടായിരുന്നു. കാരണം ഒരു വീട്ടില് 3 പേരുണ്ടാവാം, 3 പേരിലേക്ക് ഒരാൾക്ക് മാത്രം തൊഴിലില്ലാത്ത ഒരു അവസ്ഥ ചിന്തിച്ചാൽ അത് അനുഭവിക്കുന്ന ആളുകൾക്കേ മനസ്സിലാവുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം 1000-ലധികം ഗസറ്റ് ഓഫീസർമാർ ഇന്ന് എൻ്റെ ടീമിൽ ആർ സി എം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലൂടെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ഗസറ്റ് ഓഫീസറുടെ വരുമാനം എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു 75,000 രൂപയ്ക്ക് മേലെ ആയിരിക്കുമെങ്കിൽ എൻ്റെ ടീമിലെ ഗസറ്റ് ഓഫീസർമാർ ആവറേജ് 1 ലക്ഷത്തിന് മേലെ വരുമാനം വാങ്ങിക്കുന്ന ആളാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് വെൽക്കം പറഞ്ഞുകൊണ്ട് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള സുധാര സാർ ഒരു എമറാൾഡാണ്. അദ്ദേഹത്തിന്റെ വരുമാനം ആവറേജ് 1.5 ലക്ഷത്തിനടുത്ത് മന്ത്ലി ഇൻകം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവും ആർ സി എമ്മിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതസ്ഥിതി എന്താണെന്ന് നേരിട്ട് അനുഭവമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞു, ഇന്ന് കേരളത്തില് പി യു സികളുടെ ഉദ്ഘാടനങ്ങളുടെ പെരുമഴക്കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൂർ സാറിന് ഒരു ഒഴിവുമില്ല, മൂർ സാറിന് ഡേറ്റ് ഇല്ല. മാസത്തിലെ 30 ദിവസവും പി യു സി ഉദ്ഘാടനം തന്നെ. കേരളത്തിൽ തെക്ക് വടക്ക് ഓടി നടന്ന് പി യു സി ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആർ സി എമ്മിലേക്ക് വരുന്നത് 2005 ജൂൺ മാസം 2-ാം തീയതിയാണ്. എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നത് എന്റെയും മൂർത്തി സാറിന്റെയും ഒക്കെ ഗ്രേറ്റ് ലെജൻഡ് ലീഡർ ആയിട്ടുള്ള ഗോപകുമാർ സാറാണ്. അദ്ദേഹം ആർ സി എമ്മിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവരുമ്പോൾ കേരള സംസ്ഥാനത്തിൽ ആർ സി എം എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നില്ല. ഔട്ട്ലെറ്റുകൾക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടാണല്ലോ നമ്മൾ ഇന്നത്തെ സബ്ജക്ട്. ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നില്ല. കേരളക്കരയിൽ ആർ സി എം എന്ന് പറയുന്ന ആ ഒരു 3 അക്ഷരത്തിന്റെ ഫുൾ ഫോം അറിയാവുന്ന ആളുകളും വളരെ ദുർലഭം മാത്രം. ഇന്നത്തെ പോലെ എന്താ പറയുക, ChatGPT-യോ അതല്ലെങ്കിൽ ജെമിനിയോ ഒന്നും നമുക്ക് ആർ സി എമ്മിനെ കുറിച്ച് ചോദിച്ചാൽ അതിന്റെ ഫുൾ ഫോം പറഞ്ഞു തരാൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലർക്കും അറിയില്ല. സോഷ്യൽ മീഡിയ ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ ആർ സി എമ്മിലേക്ക് വരുമ്പോൾ ഫേസ്ബുക്ക് ഇല്ല, വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, മറ്റ് ഒരു സംവിധാനമില്ല, എക്സ് ഇല്ല, അതുപോലെ തന്നെ മറ്റൊരു സംവിധാനവും ഇല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം. അതിനൊക്കെ എന്തിനു പറയണു, അന്ന് മൊബൈൽ ഫോണുള്ള ആളുകൾ വളരെ കുറവാണ്. മൊബൈൽ ഫോണിൽ തന്നെ നമ്മൾ കോള് ചെയ്താൽ 1 മിനിറ്റിന് 4 രൂപയും കോള് വന്നാൽ 1 മിനിറ്റിന് 2 രൂപയും കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ആർ സി എം എന്ന് പറയുന്ന ഈ കമ്പനിയിലേക്ക് ഒരു മെമ്പറായിട്ട് കടന്നു വരുന്നത്.
അന്ന് RCMലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം RCMൽ ഒരു മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ആണായാലും പെണ്ണായാലും 1500 രൂപ കൊടുത്ത് ഒരു കിറ്റ് വാങ്ങിക്കണം. ആ കിറ്റിൽ 3 ജോഡി പാന്റും ഷർട്ടും ഉണ്ടാവും. അത് സ്ത്രീ ആണെങ്കിൽ അവർ ചോദിക്കും ഞങ്ങളോട്, ഞങ്ങൾക്ക് ഈ പാന്റും ഷർട്ടും എന്തിനാണെന്ന്. പക്ഷേ RCMൽ മെമ്പർ ആവണമെങ്കിൽ അത് വാങ്ങിച്ചിരിക്കണം. അതാണ് അന്നത്തെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ. ആ കിറ്റിനുള്ളിൽ ഒരു ഫോം ഉണ്ടാവും, ഒരു ചെറിയ ഒരു ഐഡന്റിറ്റി കാർഡ് പോലത്തെ ഒരു കാർഡ് ഉണ്ടാവും. ആ കാർഡ് ഉപയോഗിച്ച് അത് സ്ക്രാച്ച് ചെയ്തിട്ട് ഒരു പാസ്വേഡ് കിട്ടും. ഈ ആ കിറ്റിനുള്ളിലുള്ള ഒരു അപേക്ഷ ഫില്ല് ചെയ്തിട്ട് കമ്പനിയിലേക്ക് അയച്ചാൽ മാത്രമേ RCMൽ മെമ്പർ ആവാൻ പറ്റുമായിരുന്നുള്ളൂ. RCM തുടങ്ങുന്ന കാലഘട്ടം വളരെ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ ഇത് പ്രൊഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്നത്, എന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഗോകുമാർ സാർ കൊണ്ടുപോയത് ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന്റെ കൊളീഗായിട്ടുള്ള ഒരു പട്ടാളക്കാരൻ അവരുടെ വീടിന്റെ ഫ്ലാറ്റിൽ ഓഫീസ് റൂമിൽ നടത്തുന്ന ഒരു ചെറിയ ഔട്ട്ലെറ്റിൽ പോയിട്ടാണ് ഞാൻ RCMന്റെ മെമ്പർഷിപ്പ് എടുത്ത് കേരളത്തിലേക്ക് വരുന്നത്. ഒട്ടും സുഗമമായിരുന്നില്ല പ്രവർത്തനം. ഇന്നത്തെ പോലെയല്ല, പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല. RCM കമ്പനിക്ക് വളരെ കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കേരളത്തിൽ കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഒരു ഡ്രീം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ RCM ചെയ്തു തുടങ്ങിയത്. എന്നാലും എൻ്റെ ഒരു വലിയ ലക്ഷ്യം എനിക്ക് RCMലൂടെ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ സർക്കാർ ജോലി ഇല്ലാത്ത ഒരാൾ ഞാൻ. സർക്കാർ ജോലി ഇല്ലാതെ ആയപ്പോൾ ഞാനൊരു ബിസിനസ് ചെയ്തിട്ട് എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാവണം എന്നുള്ളൊരു വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ബിസിനസ് തുടങ്ങി. എൻ്റെ തലവര അത്ര ശരിയല്ലാത്തതുകൊണ്ട് ബിസിനസ് 5 വർഷം കൊണ്ട് പൊട്ടിപ്പോയി. അങ്ങനെ ഒരു തൊഴിൽ അന്വേഷിച്ചിട്ട് നടക്കുന്ന സമയത്താണ് ഗോകുമാർ സാറിനെ വളരെ ആദർശീയമായിട്ട് കണ്ടെത്തുന്നതും RCM എന്ന് പറയുന്ന ഈ കമ്പനിയെ കുറിച്ച് അറിയുന്നതും. അദ്ദേഹത്തിന്റെ ഒരു ഓഫർ ആയിരുന്നു 3 വർഷക്കാലം അദ്ദേഹത്തിന്റെ കൂടെ സഹകരിക്കാൻ. അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നീ വന്നോളൂ. ആ കാലഘട്ടത്തിലൊക്കെ ധാരാളം മണി ചെയിൻ പോലുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളൊക്കെ കേരളത്തിലുണ്ട്. അവരെ കൂടെ അസോസിയേറ്റ് ചെയ്താൽ 6 മാസം കൊണ്ട് കോടീശ്വരനാക്കി തരാം എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഗോകുമാർ സാർ എന്നോട് പറഞ്ഞ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാമെങ്കിൽ 3 വർഷക്കാലം കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാമെങ്കിൽ ഉറപ്പായിട്ടും സുജിത്തിന്റെ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന ആളാക്കി ഞാൻ മാറ്റിത്തരും. അതൊരു വലിയൊരു ഓഫറാണത്. പക്ഷെ അതിന്റെ ദൈർഘ്യം വളരെ വലിയതായിരുന്നു. കാരണം ജീവിക്കാൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഒരു വഴിയില്ലാതെ നടക്കുന്ന സമയത്താണ് RCMലേക്ക് വരുന്നത്. RCMൽ ഇന്നത്തെ പോലെ ഓൺലൈൻ സംവിധാനങ്ങളോ ടെക്നോളജിയോ ഒന്നും ഡെവലപ്ഡ് അല്ല. ഓരോ മാസവും പുതിയ പിക്കപ്പ് സെന്ററുകൾ തുടങ്ങുന്ന ആളുകൾക്ക് അന്ന് ബില്ലടിക്കാൻ ഇതുപോലെ ഓൺലൈൻ സംവിധാനങ്ങളില്ല. സ്പോട്ടിൽ നമ്മളെ ബിസിനസ് വോളിയം അപ്ഡേറ്റ് ചെയ്യുന്ന ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ RCM തുടങ്ങുന്നത്. മൂർ സാർ RCM തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മളുടെ കൂടെയുള്ള ആളുകൾ ഗോകുമാർ സാർ RCM തുടങ്ങുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്ക് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിച്ച് RCM ചെയ്യാൻ തുടങ്ങി. രാപകലില്ലാതെ RCM ചെയ്തു. ആളുകൾ ഞാൻ ചെന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ഓടി 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 വന്നിട്ട് ജോയിൻ ചെയ്തിട്ടൊന്നുമില്ല. 133ാമത്തെ ആളാണ് എനിക്ക് ഫസ്റ്റ് മെമ്പർഷിപ്പ് തന്നത്. 132 ആളുകളോട് RCMന്റെ പ്ലാൻ പറഞ്ഞിട്ട് നെഗറ്റീവ് ആവാതെ നിന്നു എന്നുള്ളത് ജീവിതത്തിൽ പിടിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അതിന്റെ റിസൾട്ട് ഇന്ന് ഞാൻ 100% എൻജോയ് ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ ആദ്യാവസാനം നിൽക്കുന്ന ആളുകൾക്ക് ശരിക്കും അത് ബോധ്യപ്പെടുത്തി ഞാൻ തന്നിരിക്കും. അപ്പോ 2005 133ാമത്തെ ആളെ എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അതോടുകൂടി എനിക്ക് ഒരാളായി. നമ്മുടെ എന്താ പറയാ, വത്സാറ് പണ്ട് വരുമ്പോൾ ഒരു കഥ പറയാറുണ്ട്. ഒരു മലയോര ഗ്രാമത്ത് ഒരു വർഷക്കാലത്ത് അതിശക്തമായ മഴ പെയ്തു എന്നല്ല, മഴ തിമർത്ത് പെയ്തു. ആ ഗ്രാമം മൊത്തം വെള്ളത്തിനടിയിലായി. ആ ഗ്രാമത്തിന്റെ വക്കിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി കുറുകെ കടന്ന് അക്കരെ കടക്കാനുള്ള പാലം കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. നമ്മളൊക്കെ ഈ കഴിഞ്ഞ 2018 നമ്മൾ കണ്ടതാണ് കേരളത്തിലെ പല പാലങ്ങളും ഒഴിച്ചുപോയത്. അങ്ങനെ ആ ഗ്രാമത്തെ അടുത്ത നഗരവുമായി ബന്ധിക്കുന്ന ആ പുഴയ്ക്ക് കുറുകെയുള്ള പാലം ഒലിച്ചുപോയി. അങ്ങനെ ഗ്രാമവാസികളായിട്ടുള്ള ആളുകൾ കാറും വണ്ടികളൊക്കെ ആയിട്ട് സായം സന്ധ്യയിൽ ഇങ്ങനെ വന്ന് ഈ പാലം ഒലിച്ചു പോയത് അറിയാതെ ഓടിച്ചിങ്ങനെ മലയോരത്തിലാണ്, ഇറക്കത്തിലേക്ക് വരുന്നു. പാലം ഒഴുകിപ്പോയത് അറിയുന്നില്ല. നേരെ പോയിട്ട് പുഴയിൽ ചെന്ന് ചാടുന്നു, ഒഴുകി പോകുന്നു. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഈ വിഷയം അറിയുകയും അദ്ദേഹം കൊടും മഴയത്ത് അദ്ദേഹത്തിന്റെ വണ്ടി റോഡ് സൈഡാക്കി നിർത്തിയിട്ടിട്ട് അദ്ദേഹം പെരുമഴയത്ത് ഇറങ്ങി കൈ കാണിച്ചു. ഇനി വരുന്ന ഒരാളെങ്കിലും അവരുടെ ജീവനെങ്കിലും എന്റെ സഹായത്താൽ രക്ഷപ്പെടട്ടെ എന്നുള്ള ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം കൈ കാണിച്ചു. പക്ഷെ തൊട്ടു പിന്നാലെ വന്ന പല വണ്ടിക്കാരും നിർത്തിയില്ല. കാരണം അവർ ചിന്തിച്ചത് ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിലല്ല. അവർ ചിന്തിച്ചത് ഈ മനുഷ്യൻ പെരുമഴയത്ത് വണ്ടി ഓടിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ആയിരിക്കണം. ഈ പെരുമഴയത്ത് അദ്ദേഹത്തിന് കൈ കാണിച്ചു കൊടുക്കുന്ന ആ മനുഷ്യന്റെ അടുത്ത് ഞാൻ നിർത്തിയാൽ
ഇപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ആ മഴ നനഞ്ഞു നിൽക്കുന്ന ആ മനുഷ്യനെ എന്റെ കാറിൽ കയറ്റേണ്ടി വരും. മാത്രമല്ല തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ അതുവരെ ഞാൻ ഇദ്ദേഹത്തിനെ കൊണ്ടുപോകേണ്ടി വരും. ആ വർക്ക്ഷോപ്പിലുള്ള ആൾക്ക് വണ്ടി ഇല്ലെങ്കിൽ ആ വർക്ക്ഷോപ്പുകാരനെയും കൂട്ടിയിട്ട് ഞാൻ ഇവിടെ കൊണ്ടേ വിടേണ്ടി വരും. എന്തിനീ ആവശ്യമില്ലാത്ത കുലുമാലിന് പോകണം എന്ന് ചിന്തിച്ച ആളുകളൊക്കെ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോയി. പോയ ആളുകളൊക്കെ ആ പുഴയിൽ പോയി ചാടി ഒലിച്ചു പോയി, മരിച്ചുപോയി. അങ്ങനെ കുറെ നേരം കഴിഞ്ഞു, കുറെ വണ്ടികൾ പോയി. പക്ഷേ സന്മനസ്സുള്ള അടുത്തൊരു ചെറുപ്പക്കാരൻ ഇദ്ദേഹം കൈ കാണിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് വന്ന് വണ്ടി നിർത്തി. അദ്ദേഹം ഈ സുഹൃത്തിനോട് ചോദിച്ചു, സുഹൃത്തെ എന്താണ് നിന്റെ പ്രശ്നം? നിനക്ക് എന്ത് പറ്റി? നിന്റെ വണ്ടിക്ക് എന്ത് പറ്റി? അപ്പോ സുഹൃത്ത് പറഞ്ഞു, എന്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് പോവേണ്ട നദിയുടെ കുറുകെയുള്ള പാലം കുത്തൊഴുക്കിൽ ഒലിച്ചു പോയിരിക്കുന്നു. ഞാൻ കൈ കാണിച്ചിട്ട് പലരും നിർത്തിയില്ല. പോയവരൊക്കെ അതിൽ പോയിട്ട് അപകടത്തിൽപ്പെട്ട് കാണും. നീ ഒരു ഉപകാരം ചെയ്യൂ, നിന്റെ വണ്ടി ഇതിന്റെ തൊട്ടടുത്തായിട്ട് നിർത്തിയിട്ട് ഒന്ന് പുറത്തിറങ്ങി എന്റെ കൂടെ നിന്ന് ഒന്ന് കൈ കാണിക്കാൻ സഹായിച്ചാൽ മതി. നമ്മൾ രണ്ടുപേരും കൂടി കൈ കാണിക്കുമ്പോൾ അടുത്ത ആളുകൾ വന്നിട്ട് ചിലപ്പോ നിർത്തിയാലോ. രണ്ടുപേരും ഇതേ മാനസികാവസ്ഥയുള്ള ആളുകളായതുകൊണ്ട് രണ്ടുപേരും ഇറങ്ങി നിന്ന് കൈ കാണിക്കാൻ തുടങ്ങി. അടുത്ത കുറച്ച് വണ്ടികളൊക്കെ പോയെങ്കിലും മൂന്നാമത്തെ വണ്ടിക്കാരൻ അവിടെ വന്ന് നിർത്തി. എന്താണ് വിഷയം? നിങ്ങൾ രണ്ടുപേരും കൂടി എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ മൂന്നാമത്തെ ആളോടും കാര്യം പറഞ്ഞു. അയാളും ഇതേ മാനസികാവസ്ഥയുള്ള ആളായിരുന്നു. അയാളും അവിടെ നിർത്തി. അയാളും കൈ കാണിക്കാൻ തുടങ്ങി. പിന്നെ പിന്നെ വന്ന ആളുകളൊക്കെ ഇങ്ങനെ എണ്ണം കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? വന്ന ആളുകളൊക്കെ അവിടെ നിർത്താൻ തുടങ്ങി. പിന്നീട് ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു കഥ അദ്ദേഹം പറയാറുണ്ട്. 2005 RCM തുടങ്ങിയ സമയത്തും എന്റെ അവസ്ഥ ഇതായിരുന്നു. ആദ്യത്തെ ഒരു മെമ്പറെ കിട്ടാൻ എനിക്ക് 132 പേരോട് RCM പറയേണ്ടി വന്നു. അതേസമയം രണ്ടാമത്തെ ആൾ എൻ്റെ കൂടെ വന്നത് ശരിക്കും പബ്ലിക്കിൽ ഒരു റെസ്പെക്ട് കിട്ടുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തെ ഉപയോഗിച്ച് ഞാൻ RCM പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ രണ്ടാമത്തെ ആളെ എൻ്റെ ടീമിലേക്ക് അസോസിയേറ്റ് ചെയ്യിക്കാൻ 30 പേരോടെ RCM പറയേണ്ടി വന്നിട്ടുള്ളൂ. 3 പേരായി ഞങ്ങൾ 3 പേര് കൂടി ഞങ്ങൾ ഒരുമിച്ച് പോയി RCM പറഞ്ഞപ്പോൾ അടുത്ത 15ാമനെ ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി. പിന്നെ 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 ക്ലോസിംഗ് വളരെ അടുത്തായി. അങ്ങനെ 3.5 മാസം 4 മാസം കൊണ്ട് കോഴിക്കോട് ഞങ്ങൾ 350 പേര് RCMലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. ഷോപ്പുകളില്ല. ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് പ്രൊഡക്റ്റ് ബാംഗ്ലൂരിൽ പോയി കൊണ്ടുവരണം. അവർക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള കിറ്റ് ബാംഗ്ലൂരിൽ പോയി കൊണ്ടുവരണം. അതുകൊണ്ട് എവരി വീക്ക് 2 പ്രാവശ്യം ഇവിടുന്ന് ബസ് കയറി ബാംഗ്ലൂരിൽ പോയിട്ട് അവിടുന്ന് കിറ്റുമായിട്ട് ഞങ്ങൾ കോഴിക്കോട് തിരിച്ചെത്തും. അത് കൊടുത്തിട്ടാണ് മെമ്പർഷിപ്പ് എടുപ്പിക്കുക. കിട്ടുന്ന കുറച്ച് പ്രൊഡക്റ്റുകളേ ഉള്ളൂ. ആ പ്രൊഡക്റ്റുകൾ നമുക്ക് PV വർദ്ധിപ്പിക്കാനോ അതിലൂടെ ഒരു വലിയ കമ്മീഷൻ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. 125 ഗ്രാം തൂക്കം വരുന്ന ഒരു സാൻഡൽ സോപ്പ് ഉണ്ടെന്ന്, നല്ല വാസനയുള്ള നല്ല സോപ്പ്. മൈസൂർ സാൻഡൽ സോപ്പിനെയും കേരള സാൻഡൽ സോപ്പിനെയും വെല്ലുന്ന ഏത് മീറ്റിങ്ങിലും നമുക്ക് അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ആ സോപ്പ് കൊണ്ടുവന്നിട്ട് നമുക്ക് സ്റ്റേജിൽ വെച്ചിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് 2 കഷ്ണം മുറിച്ച് കാണിച്ചു കൊടുത്ത് വാസനിപ്പിച്ചാൽ നമ്മുടെ സോപ്പ് ആളുകൾ പർച്ചേസ് ചെയ്ത് പോകുന്ന അത്ര സുന്ദരമായിട്ടുള്ള സാൻഡൽ സോപ്പ്. പക്ഷേ 10-50 പേരിരിക്കുന്ന മീറ്റിങ്ങിൽ ഈ സോപ്പ് കാണിച്ചാൽ ചോദിക്കുന്ന ആളുകൾക്ക് ഒരു സോപ്പ് പോലും കൊടുക്കാനില്ല. മീറ്റിങ്ങിൽ ഇരിക്കുന്ന ആളുകൾക്ക് സോപ്പിനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് പീസായിട്ട് കൊടുത്ത് അതുകൊണ്ട് കുളിക്കേണ്ട, വാസനിച്ച് പ്രൊമോട്ട് ചെയ്തോളൂ, ഇനി ഒരു കാലം വരും നമുക്ക് നിർദ്ദേശം കിട്ടുന്ന എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞു. മെമ്പർമാരുടെ എണ്ണം കൂടി. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റുകളെ കൊണ്ടോ കിറ്റുകളെ കൊണ്ടോ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തൊരവസ്ഥ വന്നു. നമ്മളെ ആ ഡ്രീം സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ കേരളത്തിൽ ഒരു ഷോപ്പ് വേണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. കയ്യിൽ പണമില്ല. കൂടെ ജോയിൻ ചെയ്ത ആളുകളുടെ കയ്യിൽ നിന്ന് 5000-10,000 കളക്ഷൻ എടുത്ത് രാജസ്ഥാനിലേക്ക് വണ്ടി കയറി TCGയെ നേരിട്ട് കണ്ടു. ജീവിതത്തിൽ ആദ്യമായിട്ട് മഹാനായ മനുഷ്യനെ നേരിട്ട് കണ്ടു. മലയാളം മാത്രം അറിയാവുന്ന ഞാൻ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ഹിന്ദി അറിയാവുന്ന ഒരാളെയും കൂടി കൂടെ കൊണ്ടുപോയി. രാവിലെ 10 മണിക്ക് ബിൽവാരയിൽ, അന്ന് ഇന്നത്തെ RCM വേൾഡ് ഇല്ല, RCM സിറ്റിയിൽ RCM മാൻഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഓഫീസേ ഉള്ളൂ. അവിടെ ചെന്നു. TCGയുടെ രാവിലെ തന്നെ ഞങ്ങൾ എത്തി. അപ്പോയിന്റ്മെന്റ് വൈകിട്ട് 4 മണിക്ക് കിട്ടി. കയറി കണ്ടു, കാര്യങ്ങൾ അവതരിപ്പിച്ചു. ബാഗിൽ പണമുണ്ട്. കേരളത്തിലെ ഷോപ്പ് വേണം സാർ. അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കി നിർവികാരനായിട്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ ഒരു നിയമവ്യവസ്ഥിതിയൊക്കെ ഉണ്ട്, അതൊന്നും അറിയാണ്ട് അവിടുന്ന് കുറച്ച് പൈസയായിട്ട് ബിൽവാരയിലേക്ക് വണ്ടി കയറിയാൽ തരാൻ പറ്റുന്ന സംവിധാനമല്ല RCMന്റെ ഷോപ്പ്. ഇന്നത്തെ പോലെ ഇന്ത്യയിൽ GST ഒന്നും വന്നിട്ടില്ല. കേരളത്തിൽ രാജസ്ഥാനിലെ കമ്പനിക്ക് പ്രൊഡക്റ്റ് എത്തിക്കണമെങ്കിൽ കേരളത്തിൽ അവർക്ക് ഓഫീസ് വേണം, അവർക്ക് സെയിൽ ടാക്സ് രജിസ്ട്രേഷൻ വേണം, സൗകര്യങ്ങളെല്ലാം വേണം. അതൊന്നും തൽക്കാലം നടക്കുന്ന കാര്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വലിയ ഒരു സ്വപ്നത്തിന്റെ എന്താ പറയാ അവസാനമാവുമോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ദൈവം എന്നെ അങ്ങനെയൊന്നും വിടാൻ തയ്യാറായില്ല. RCM തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ് പൊട്ടിയപ്പോൾ എന്നെങ്കിലും ഒരു ബിസിനസ്സുകാരനാവണം അല്ലെങ്കിൽ ആവും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ബിസിനസ് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ എടുത്തിരിക്കുന്ന KGST, കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ ആവശ്യമായ
കേരള സെയിൽ ടാക്സിന്റെ രജിസ്ട്രേഷനും. ആ കാലഘട്ടത്തിൽ ഞാൻ അതർ സ്റ്റേറ്റിൽ നിന്ന് കേരളത്തിലേക്ക് പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ഒരു CST എടുത്ത് വെച്ചിരുന്നു. അത് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു ബിസിനസ്സുകാരനാകുമ്പോൾ ഇനിയും ഈ സെയിൽ ടാക്സുകാരുടെ കൈയും കാലും പിടിക്കണ്ടല്ലോ. അന്ന് ഒരു NSE സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കണം, പ്ലഡ്ജ് ചെയ്യണം. CST കിട്ടണമെങ്കിൽ 10,000, KGST കിട്ടണമെങ്കിൽ 5,000. അത് വീണ്ടും കൊടുക്കണം. നൂലാമാലകളൊക്കെ നമ്മൾ പിന്നിടണം. തൽക്കാലം ക്യാൻസൽ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് വർഷാവർഷങ്ങളിൽ കച്ചവടമില്ലാതെ എഴുതി കൊടുക്കും. അങ്ങനെ വെച്ചിരുന്ന ഒരു CST ഞാൻ കമ്പനിയുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്തു. അതൊന്നും കൊണ്ടുപോയിരുന്നില്ല. ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഇനി എന്താണ് വഴി. അങ്ങനെ ഇന്നത്തെ പോലെ ഞാൻ പറഞ്ഞു ടെക്നോളജി ഡെവലപ്ഡ് അല്ല, കമ്പനിയിൽ ഫാക്സ് ആണുള്ളത്. ഞാനിവിടെ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ CST, എൻ്റെ KGST ഫാക്സ് ആയിട്ട് കമ്പനിയുടെ ഫാക്സിലേക്ക് അയപ്പിച്ചു. അത് ഞാൻ TCയുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്തു. അവരുടെ ലീഗൽ അതോറിറ്റി ആയിട്ട് സംസാരിച്ചു. അങ്ങനെ കേരളത്തിലേക്ക് ആദ്യത്തെ PUC സാങ്ഷനായി. അങ്ങനെയാണ് കേരളത്തിൽ ആദ്യത്തെ PUC പിറവിയെടുക്കുന്നത്. എന്തായാലും ആ CSTയിൽ, ആ KGSTയിൽ കമ്പനി കേരളത്തിൽ ഡിപ്പോ തുടങ്ങുന്നതിന് മുമ്പ് 5 ഔട്ട്ലെറ്റുകൾക്കുള്ള പ്രൊഡക്റ്റുകൾ കേരളത്തിലേക്ക് എത്തിച്ചു. അപ്പൊ ശരിക്ക് കേരളത്തിൽ ആദ്യത്തെ ഡിപ്പോ എവിടെയാന്ന് ചോദിച്ചാൽ ചെങ്ങന്നൂരാണ് നിങ്ങൾ പറയരുത്. ഞാനാണ് കേരളത്തിലെ ആദ്യത്തെ ഡിപ്പോ ഓണർ. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എൻ്റെ ഷോപ്പിലേക്കുള്ള സാധനം മാത്രമല്ല കൊണ്ടുവന്നത്, 5 ഷോപ്പുകളിലേക്കുള്ള സാധനം കൂടി കേരളത്തിലേക്ക് എത്തി. അതിനുശേഷമാണ് കേരളത്തിലെ ഒരു ഡിപ്പോ വേണമെന്നുള്ള ആശയം നമ്മൾ വളരെ ശക്തമായിട്ട് കമ്പനിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. അങ്ങനെ കമ്പനി അതിന് സമ്മതം മൂളി. ആ സമയത്ത് നമുക്ക് ഭാഷ അറിയില്ല, നമുക്ക് അവിടെ പിടിപാടുകളില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ശക്തരായിട്ടുള്ള ലീഡറുടെ അണ്ടറിൽ കേരളത്തിൽ ഒരു ചെറിയ ടീം കേരളത്തിന്റെ തെക്ക് ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വിവരം അറിഞ്ഞു അവരുടെ ലീഡേഴ്സിലൂടെ കേരളത്തിൽ ഇങ്ങനെ കമ്പനി ഒരു ഡിപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ഡിപ്പോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കമ്പനിയോട് സംസാരിച്ച് കമ്പനിയുടെ അടുത്ത് ഏകദേശം ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചു. പിന്നീടാണ് നമ്മൾ അറിയുന്നത് ആദ്യത്തെ ഡിപ്പോ കോഴിക്കോടല്ല വരുന്നത്, ചെങ്ങന്നൂരാണ് വരുന്നത്. കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മളെ ചെങ്ങന്നൂർ ഒരു പിള്ളച്ചേട്ടുണ്ട്, TD പിള്ള എന്ന് പറയും. നോർത്ത് ഇന്ത്യൻ ടീമിലെ അന്നത്തെ മെമ്പറാണ്. നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം. പുള്ളി വിവരം പറഞ്ഞപ്പോൾ തന്നെ നേരെ അവരുടെ ലീഡേഴ്സിനെയും കൂട്ടിയിട്ട് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കമ്പനിയുടെ MDയോട് ചോദിച്ചു, സാർ നമ്മൾ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റിൽ ഒരു ഡിപ്പോ തുടങ്ങുമ്പോൾ അതിന്റെ തലസ്ഥാന നഗരിയിലല്ലേ തുടങ്ങേണ്ടത്? അപ്പൊ കേരളത്തിന്റെ മാപ്പ് സാർ പരിശോധിക്കൂ, കേരളത്തിന്റെ തലസ്ഥാനം എവിടെയാ? തിരുവനന്തപുരത്തല്ലേ. അപ്പൊ തിരുവനന്തപുരത്തല്ലേ നമ്മൾ തുടങ്ങാം. അപ്പോൾ കമ്പനി ചിന്തിച്ചു നമുക്ക് കൺവിൻസ് ചെയ്യാൻ ആളുകളില്ല, നമുക്ക് വേണ്ട രീതിയിൽ അന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവായിട്ടില്ല, നമ്മൾ തുടക്കക്കാരാണ്. TD പിള്ള കൃത്യമായിട്ട് കൺവിൻസ് ചെയ്തു. അപ്പോൾ തിരുവനന്തപുരത്താണോ വന്നതെന്ന് നിങ്ങൾ ചോദിക്കും. അല്ല. അപ്പോൾ TD പിള്ള പറഞ്ഞു തിരുവനന്തപുരം നമ്മളെ തലസ്ഥാന നഗരി ആയതുകൊണ്ട് അവിടെ നമ്മളെ കമ്പനിക്ക് സെയിൽ ടാക്സ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടത്തി തരാൻ കൃത്യമായിട്ട് ആള് ഫോളോ അപ്പ് ചെയ്യാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തൊട്ടടുത്ത് ഒരു ആലപ്പുഴ എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്, അവിടെ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ആണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തുതരാം. ഈ ചെങ്ങന്നൂര് മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടക്കിൽ നമ്മളെ പിള്ളസാറിന് ഒരു വീടുണ്ടായിരുന്നു. ആ വീട് കമ്പനിക്ക് വാടകയ്ക്ക് കൊടുത്ത് അവിടെ കമ്പനിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഗോഡൌൺ ആക്കി അവിടെ കമ്പനിക്ക് രജിസ്ട്രേഷൻ എടുത്തു കൊടുത്തത് TD പിള്ളയെ. അങ്ങനെയാണ് കേരളത്തിലേക്ക് ആദ്യത്തെ ഡിപ്പോ തുടങ്ങുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ബിൽവാരയിൽ നിന്ന് സാധനം കൊണ്ടുവരണ്ടല്ലോ, ചെങ്ങന്നൂരിൽ നിന്ന് സാധനം കൊണ്ടുകൊണ്ട് 21 ഔട്ട്ലെറ്റുകൾ ഞങ്ങൾ മലബാറിൽ ഓപ്പൺ ചെയ്തു. വീണ്ടും നമ്മൾ കമ്പനിയെ പ്രഷർ ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ടീമിൽ ധാരാളം നല്ല നല്ല ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളുകൾ വന്നു. കോഴിക്കോട് ഭരത് ഭായ് വന്നു. അങ്ങനെ കുറെ ആളുകൾ ഞാൻ എടുത്തു പറയുന്നില്ല. അങ്ങനെ പല ആളുകളും അന്ന് നമ്മുടെ ടീമിലേക്ക് കയറി വന്നു. നമ്മൾ വീണ്ടും ബിൽവാര പോയി കമ്പനിയിൽ പ്രഷർ ചെലുത്തി. അങ്ങനെ വീണ്ടും രണ്ടാമത്തെ ഡിപ്പോ കേരളത്തിൽ അലോട്ട് ചെയ്തു, കോഴിക്കോട്. 2007 ആയപ്പോൾ ആ 2 ഡിപ്പോയും കമ്പനിയുടെ സ്വന്തമായി. ഇന്ന് നിങ്ങൾ നോക്കുക, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാർ. കേരളത്തിൽ 7 ഡിപ്പോകൾ ഇപ്പം ഉണ്ട്. 7 ഡിപ്പോകളിൽ ഇന്ത്യയിലെ ഏകദേശം 200ഓളം വരുന്ന ഡിപ്പോകളിൽ നമ്പർ 1 ഡിപ്പോ കേരളത്തില്, ഏറ്റവും വലിയ ഡിപ്പോ കേരളത്തില്, ഏറ്റവും ടേൺ ഓവർ ചെയ്യുന്ന വണ്ടർ വേൾഡ് കേരളത്തില്, ഏറ്റവും നല്ല പിക്കപ്പ് സെന്ററുകൾ കേരളത്തില്, എത്ര ഔട്ട്ലെറ്റുകൾ. ഇന്ന് ഒരു ഔട്ട്ലെറ്റ് എടുക്കാൻ 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് കിട്ടാത്ത അവസ്ഥയിലാണ് നിങ്ങൾ RCM ചെയ്യുന്നത്. ശരിക്കും ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഭാഗ്യവാന്മാരാണ്. എൻ്റെ എന്താ പറയാ, എൻ്റെ സബ്ജക്റ്റ് നിന്ന് ഞാൻ വിട്ടുപോവുകയാണ്, ഞാൻ തിരിച്ചു വരികയാണ്. PUC റിലേറ്റഡ് ആണ് എൻ്റെ സബ്ജക്ട്. എന്നാൽ ഒരു ആമുഖം പറഞ്ഞു മാത്രം. എന്തൊക്കെയാണെങ്കിലും വളരെ വലിയ ഭാഗ്യവാന്മാരാണ്. ഒന്നും വേണ്ട, RCMലൂടെ സക്സസ് ആവാൻ എല്ലാം നിങ്ങൾക്ക് സജ്ജമാണ്. എന്തായാലും 2005 സെപ്റ്റംബർ മാസം 17-ാം തീയതി കോഴിക്കോട് വെച്ച് ആദ്യത്തെ ഷോപ്പിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞു. ഇനാഗുറേഷൻ വളരെ രസകരമാണ്. ഞാൻ അതിനെക്കുറിച്ചും പറയാറുണ്ട്. ഇനാഗുറേഷന് വേണ്ടിയിട്ട് കോഴിക്കോട് മേയറെ തന്നെ കിട്ടണമെന്ന് വിചാരിച്ച് മേയർ എടുത്തു തന്നപ്പോൾ മേയർ എന്നോട് പറഞ്ഞു, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞാലേ അത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന സംഭവമല്ല. ഞാൻ കേട്ട നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളൊക്കെ ജനങ്ങളെ പറ്റിച്ചു പോകുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ കമ്പനി അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ
ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറാവുന്നില്ല, അതുകൊണ്ട് ഉദ്ഘാടനത്തിനൊന്നും ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉദ്ഘാടനത്തിനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ ഞാൻ ഒന്നും നോക്കിയില്ല. പിന്നെ എന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനം ഞാൻ തന്നെ അങ്ങോട്ട് നടത്തി. 2017 സെപ്റ്റംബർ മാസം 17-ാം തീയതി എന്റെ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞു. തുടർന്ന മാസം തന്നെ ലക്ഷങ്ങൾ ടേൺ ഓവർ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ടേൺ ഓവർ വളരെ കുറവായിരുന്നു. ആദ്യത്തെ മാസം കഷ്ടി ഒരു 30,000 രൂപയുടെ താഴെ സെയിൽസേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര പ്രൊഡക്റ്റുകളെ കമ്പനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. 30ഓളം പ്രൊഡക്റ്റുകൾ കഷ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സമയത്തൊക്കെ നമ്മളെ നെഗറ്റീവ് ആക്കാൻ ഇഷ്ടമായ ആളുകൾ വീട് വിടാതനം ഈ പ്രൊഡക്റ്റുകൾ ബാഗിലാക്കി കൊണ്ടു നടന്ന് വിറ്റ് ആളുകൾ കളിയാക്കി ചിരിക്കും. ഇതുകൊണ്ടൊക്കെ ജീവിതം രക്ഷപ്പെടും, വേറെന്തെങ്കിലും പണി നോക്കിക്കൂടെ? ആ വീട്ടിലെല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലേ, അവരെ പറയിക്കാൻ വേണ്ടിയിട്ട്, പറയിപ്പിക്കാനായിട്ട് എന്തിന് ഈ ബാഗിൽ ഈ സാധനം നിറച്ച് വീട് വിടാൻ നടക്കണം? ഈ നാട്ടിൽ എന്തെല്ലാം വേറെ തൊഴിൽ കിട്ടാനുണ്ട്. സുഹൃത്തെ, എന്തെങ്കിലും തൊഴിൽ തരാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ നമുക്ക് ആരുമില്ല, ഉപദേശിക്കാൻ നമുക്ക് ധാരാളം ആളുകളുണ്ട്. പക്ഷേ എന്നെ ഈ പ്രസ്ഥാനം പരിചയപ്പെടുത്തിയ എന്റെ ലീഡർ എന്നോട് പറഞ്ഞു, ഇതൊന്നും ചെവി കൊടുക്കണ്ട. ഇന്ത്യൻ എയർഫോഴ്സിലെ ജോലി രാജിവെച്ചിട്ടാണ് സുഹൃത്തെ ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഇറങ്ങിയത്. എനിക്ക് കൃത്യമായുള്ള കാഴ്ചപ്പാടുണ്ട്, വിഷൻ ഉണ്ട്. നമ്മൾ MDക്കും അതുപോലെ കൃത്യമായിട്ടുള്ള വിഷൻ ഉണ്ട്. കൂടെ നിന്നോളൂ, രക്ഷപ്പെടും. ഇവർ പറയുന്നത് കേട്ടിട്ട് പോയാൽ നിന്റെ ജീവിതം എന്താവുമെന്ന് എനിക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്റെ കൂടെ നിന്നാൽ 3 വർഷം കഴിയുമ്പോൾ നിന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിമാസ വരുമാനം വാങ്ങുന്ന ആൾ നീയായിരിക്കും. ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് രാപകലില്ലാതെ RCM ചെയ്തു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം 4 കോടിക്ക് മേലെ RCM മെമ്പർമാരുണ്ട്. 40-45 പേര് മാത്രം ഇരിക്കുന്ന RCMന്റെ കോർ ടീമിൽ ഒരു മെമ്പറാണ്. അതിന് കാരണം 2005 സെപ്റ്റംബർ മാസം 17-ാം തീയതി തുറന്നിരിക്കുന്ന ആ പിക്കപ്പ് സെന്റർ ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും അതേ PUCയിൽ ഇരുന്നിട്ടാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന വേർഡിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ അവിടെ മനസ്സിലാക്കണം. അന്ന് 2005 സെപ്റ്റംബർ മാസം 17-ാം തീയതി സോഷ്യൽ മീഡിയകളൊന്നുമില്ല, നമുക്ക് വാട്സപ്പുകളില്ല, ഫേസ്ബുക്കിലൂടെ ഒന്നും നടത്തില്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, വേറെ എന്തിനേറെ പറയുന്നു മറ്റൊരു സംവിധാനങ്ങളും ഇല്ല. പക്ഷേ നമ്മുടെ ടീമിലെ മെമ്പർമാരോട് നമ്മൾ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ്, കാരണം അന്നെല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മെമ്പർമാരാ, നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഷോപ്പിൽ വന്ന് അന്നാന്നത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾ ഹാജരാക്കണം. നാളത്തെ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. എന്നിട്ടേ പോവും. നിങ്ങൾ എപ്പോൾ വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ വന്ന് പോയതിനു ശേഷം മാത്രമേ ഞാൻ വീട്ടിലേക്ക് പോകുള്ളൂ. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ലെഡ്ജർ ബുക്ക് തന്നെയുണ്ട്. ഓരോ മെമ്പറും വന്നാൽ നമ്മളെ ഡിസ്കഷൻ കഴിഞ്ഞ് അതിൽ പേരെഴുതി ഒപ്പിടും. അത്ര സ്ട്രിക്റ്റ് ആണ്. അത്ര കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളായിരുന്നു നമ്മളെ കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ സുരേന്ദ്ര എന്ന് പറയുന്ന മഹത് വ്യക്തിത്വം കേരളത്തിലെ RCMന്റെ പേരിൽ ആദ്യമായിട്ട് വരുന്നത് 2005 നവംബർ മാസം 23-ാം തീയതിയാണ്. അദ്ദേഹം ഹരിയാനയിൽ ജിന്ദിലാണ്, ഇന്ന് അദ്ദേഹം ഡൽഹിയിലാണ്. അന്ന് 388 പേരെ ഇരുത്തിക്കൊണ്ട്, നമുക്ക് ജോയിൻ ചെയ്ത ആളുകളെ ഇരുത്തിക്കൊണ്ട് നമുക്കൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയത് ഈ സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും. ഇന്നെന്താ പരിപാടി? അന്ന് നിങ്ങൾ ആലോചിക്കാം, 350 പേരെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എത്ര എഫേർട്ട് ഇടണം ഓരോ വ്യക്തിയുടെ അടുത്ത്. ഇന്ന് മുർസാർ ഒരു പോസ്റ്റ് ഇടും, എത്ര ആളോട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സാർ ഞാൻ 100 പേരോട് പറഞ്ഞു. എന്താണ് പരിപാടി? 100 പേരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങേര് തരുന്ന ആ ഒരു മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ് നേരെ ഇന്ന് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ടാവും. അതോടുകൂടി നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഒരാളെ പോലും കോൾ ചെയ്യാത്ത ആളുകൾ ഇന്നുണ്ട്, ഒരാളെ പോലും. പക്ഷേ അന്നത്തെ കാലഘട്ടം അതല്ല. കൃത്യമായിട്ട് എവരി ഡേ നമ്മൾ അവരെ കാര്യങ്ങൾ അറിയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യും. മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മീറ്റിങ്ങുകൾ മാത്രമേ നടത്താൻ പറ്റുള്ളൂ, ഓൺലൈൻ മീറ്റിങ്ങുകളില്ല. ഇന്ന് എന്തെല്ലാം സംവിധാനം! ഈ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളുടെ മുന്നിലിരുന്നുകൊണ്ടാണ് ഇന്ന് ഞാൻ PUC മീറ്റിംഗിൽ ഇരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു പിക്കപ്പ് സെന്ററിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെങ്കിലോ, സുധാകരൻ സാറിനോട് തൊടുപുഴ പോയാൽ മാത്രമേ അദ്ദേഹത്തിനെ കാണാൻ പറ്റുള്ളൂ, കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന ഓരോ വ്യക്തിയെയും അവരെ കണ്ടാൽ മാത്രമേ നടക്കുള്ളൂ. ഇന്ന് അതൊന്നും വേണ്ട, എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് യഥേഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് അല്പം കാര്യത്തിലേക്ക് കിടക്കാം. ഒരു ചെറിയ PPT ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങൾക്ക് ആവശ്യം ഗുണകരമാണെങ്കിൽ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാം. ഇത് മാസം മാർച്ചാണ്. ഒരു സാമ്പത്തിക വർഷം തീരാൻ പോവാണ്. ഏത് സാമ്പത്തിക വർഷം RCMന്റെ പരിശോധിച്ചാലും ആ വർഷത്തെ ഏറ്റവും വലിയ ബിസിനസ് നൽകുന്ന മാസമാണ് മാർച്ച്. നമ്മൾ റെക്കോർഡ് ബിസിനസ് പ്രതീക്ഷിക്കുന്ന ഒരു മാസമാണ് മാർച്ച്. വലിയ വലിയ പിൻലെവൽ കേരളത്തിൽ പിറവിയെടുക്കാൻ പോകുന്ന മാസമാണ് മാർച്ച്. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന എല്ലാ PUC ഓണേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, വളരെ സശ്രദ്ധ നിങ്ങളിത് കേൾക്കണം. നിങ്ങൾക്ക് ഒരു എഫക്റ്റീവ് ആയിട്ടൊരു ഷോപ്പ് നടത്താൻ, ഇന്ന് കേരളത്തിൽ എഫക്റ്റീവ് ആയിട്ടൊരു ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഇത് കേൾക്കുന്നതും കൂടി നിങ്ങൾ ഓർമ്മിക്കുക. അതിലൂടെ ഇന്ത്യൻ കോർ ടീമിലേക്ക് എത്തിയ ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു ഔട്ട്ലെറ്റ് സക്സസ് ആയിട്ട് നടത്തുക? പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിലേക്കൊന്ന് രേഖപ്പെടുത്തുകയാണ്. ഒരു ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് മുർസാർ എപ്പോഴും പറയാറുണ്ട്, എന്താണ്, ഒറ്റ ബ്രാൻഡിൽ ഇത്രയും വലിയൊരു സൂപ്പർ മാർക്കറ്റ് നടത്താൻ
RCM കമ്പനിയിലൂടെ അല്ലാതെ ഒരിക്കലും പറ്റില്ല. മറ്റേതൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാലും അവിടെ നൂറുകണക്കിന് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വെച്ചിട്ടായിരിക്കും ആ സൂപ്പർ മാർക്കറ്റ് നിറച്ചെങ്കിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന വണ്ടർ വേൾഡ് ആവട്ടെ, വണ്ടർ വേൾഡ് പ്രൈം ആവട്ടെ, അവിടെ നിങ്ങൾ പോയി നോക്കുക, ഒറ്റ ഷോപ്പ്, ഒറ്റ ബ്രാൻഡ്, ആ ഒരൊറ്റ ബ്രാൻഡിലൂടെ ആ ഷോപ്പിൽ നിറയെ സാധനങ്ങൾ. അപ്പൊ നമുക്ക് ഇന്ന് FMCG സെക്ടറിലാവട്ടെ, ടെക്സ്റ്റൈൽസ് മേഖലയിലാവട്ടെ, ഇനി ന്യൂട്രിചാർജ് വെൽനസ് സെക്ടറിലാവട്ടെ, ഗുഡ് ഡോട്ട് നല്ല ഭക്ഷണം തരുന്ന ഒരു പ്രൊഡക്റ്റ്, ഓർഗാനിക് ഫാമിംഗ് ഹരിത സഞ്ജീവനി, കോസ്മെറ്റിക് കീസോള്, പെയിന്റ് ഒവേറ, എല്ലാ സെഗ്മെന്റിലും ഇന്ന് RCM എത്തിക്കഴിഞ്ഞു. RCM ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നൊരു മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ആണ്. ഞാൻ പറയും, വ്യത്യസ്ത മേഖലകളിൽ കഴിവുള്ള ആളുകളെ അവരുടെ കഴിവ് ടാലന്റ് അനുസരിച്ച് പ്രൊമോട്ട് ചെയ്യാം. ഒരു ഗ്രാമത്തില് ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളുകളിൽ AEO ഇൻസ്പെക്ഷൻ വരും. AEO ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് തലേ ദിവസം തന്നെ അധ്യാപകർ വരും. പിറ്റേ ദിവസം ശരിക്കും കുളിച്ച് നല്ല ഡ്രസ്സ് ഇട്ട് വരാൻ പറയും. പഠിക്കുന്ന കുട്ടികളൊക്കെ മുന്നിലെ ബെഞ്ചിലേക്ക് ഇരുത്തും, പഠിക്കാത്ത നമ്മളെ പോലുള്ള ആളുകളെ കൊണ്ടുപോയിട്ട് ബാക്കിൽ ഇരുത്തും. അങ്ങനെയൊക്കെ ആയിരുന്നു സ്കൂളിലെ പരിപാടി. AEO വരുമ്പോൾ ചോദ്യം ചോദിക്കും. അങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് ആ ക്ലാസ്സിലെ കുട്ടികളെ ആൻസർ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ക്ലാസ് ടീച്ചർക്ക് പണിഷ്മെന്റ് ആണ്. അതുകൊണ്ട് നല്ല കുട്ടികളെ നോക്കി ഫ്രണ്ടിലിരുത്തും. AEO ആദ്യം അവരോട് ചോദ്യം ചോദിക്കട്ടെ, അതല്ലെങ്കിൽ കുട്ടികളോട് പറഞ്ഞ് തട്ടം കിട്ടില്ല. AEO പറയുമ്പോൾ തന്നെ നിങ്ങൾ ചാടി എഴുന്നേറ്റ് ഉത്തരം പറയണം, അടുത്ത ആളോട് ചോദിക്കാനുള്ള അവസരം കൊടുക്കരുത്, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഒരു ഗ്രാമത്തില് ആ ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിൽ ആ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി അവിടെ വന്നിട്ട് ഒരു ഇൻസ്പെക്ഷൻ നടത്താൻ തീരുമാനിച്ചു. അപ്പൊ തന്നെ അധ്യാപകർക്ക് ആകെ വേവലാതിയായി. അവർ കുട്ടികളെയൊക്കെ എല്ലാവരും വിളിച്ചു വരുത്തി. അങ്ങനെ പഠിക്കാൻ നല്ല രീതിയിൽ പഠിക്കാത്ത കുട്ടികളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞു. ബാക്കിയുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ക്ലാസ്സിലിരുത്തി. അങ്ങനെ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ആ ഗ്രാമത്തിലേക്കുള്ള ഗുഡ്സ് റോഡിലൂടെ അദ്ദേഹത്തിന്റെ കാർ ഓടിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് കാർ ഒരു ഗട്ടറിൽ വീണു. അങ്ങനെ അതിന്റെ എന്തോ കംപ്ലൈന്റ് ആയി, അത് സ്റ്റാർട്ട് ആവുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രിക്ക് സ്കൂളിൽ തന്നെ സമയം അടുത്തു വരുന്നു, പക്ഷെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ ഡ്രൈവർ പഠിച്ച പണിയൊക്കെ നോക്കി, ഗൺമാൻ പഠിച്ച പണിയൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. അപ്പോ തൊട്ടടുത്ത കലിങ്ക് എന്ന് പറയും, കലിങ്കിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചു വിദ്യാഭ്യാസ മന്ത്രിയോട്. കുട്ടിക്ക് അറിയില്ല ഇത് വിദ്യാഭ്യാസ മന്ത്രി ആണോ അല്ലയോ എന്നുള്ളതും. വണ്ടി കേടായല്ലേ, ഞാനൊന്ന് ശ്രമിച്ചാലോ? വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള ആ മനുഷ്യൻ കുട്ടിയെ നോക്കി. വളരെ ചെറിയ കുട്ടി. ഈ കുട്ടിക്ക് ഈ വണ്ടിയിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും കുടുങ്ങിയതല്ലേ, നീ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ നോക്ക് എന്ന് പറഞ്ഞു. ജസ്റ്റ് കുട്ടി 10 മിനിറ്റ് അതിന്റെ ബോണറ്റ് പൊന്തിച്ചു, അതിനുള്ളിലൊക്കെ പരിശോധിച്ചു. അവൻ എന്തൊക്കെയോ ചെയ്തു. ഡ്രൈവറോട് പറഞ്ഞു, സാർ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. വണ്ടി കൂളായിട്ട് സ്റ്റാർട്ടാവുന്നു. വിദ്യാഭ്യാസ മന്ത്രിക്ക് വലിയ അത്ഭുതം. കുട്ടിയോട് ചോദിച്ചു, കുട്ടി നീ വളരെ ചെറുതാണല്ലോ, നിനക്ക് ഇത്രമാത്രം കഴിവുണ്ടോ? നീ സ്കൂളിൽ പോവാറില്ലേ? അപ്പൊ കുട്ടി, വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടി, നിഷ്കളങ്കനായിട്ടുള്ള കുട്ടി പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വരുന്നുണ്ട്. ഞാൻ ക്ലാസ്സിൽ പൊതുവെ പഠിക്കാൻ അല്പം മോശമുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് എന്റെ ക്ലാസ് ടീച്ചർ ഇന്ന് എന്നോട് സ്കൂളിലേക്ക് ചെല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആരാണെന്ന് വെളിപ്പെടുത്തിയില്ല. കുട്ടിയെ നേരെ കയറ്റി കാറിന്റെ പിൻസീറ്റിൽ തന്നെ ഇരുത്തി നേരെ സ്കൂളിലേക്ക് ചെന്നു. വിദ്യാഭ്യാസ മന്ത്രി ഗേറ്റ് കടക്കുമ്പോൾ അസംബ്ലി റെഡിയാണ്, അധ്യാപകർ റെഡിയാണ്, പഠിക്കുന്ന കുട്ടികളെല്ലാവരും യൂണിഫോം ഒക്കെ റെഡിയാണ്. അവിടെ കാർ കൊണ്ടേ നിർത്തി. വിദ്യാഭ്യാസ മന്ത്രി ഈ കുട്ടിയായിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. അധ്യാപകർക്ക് വേവലാതിയായി. എല്ലാവരും ആകെ പേടിച്ച് വിറളി പൂണ്ടു. കുട്ടിയെ നേരെ അസംബ്ലിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ കുട്ടിയുടെ തോളത്ത് കൈവച്ചു. വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്ത ഷാളും ബൊക്കയും അദ്ദേഹം നേരെ എടുത്തിട്ട് കുട്ടിയുടെ തോളിൽ അണിയിച്ചു, കയ്യിൽ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചു, കുട്ടികൾക്ക് അധ്യയന വിഷയങ്ങളിൽ മാത്രമാവില്ല പാണ്ഡിത്യം, വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ കഴിവുണ്ടാവും. ആ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകന്റെ കടമ, ധർമ്മം. അത് പാലിക്കുന്നവനാണ് യഥാർത്ഥ അധ്യാപകൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം തുടർന്നു. നമുക്ക് അവിടെ നിർത്താം, കഥ അവിടെ നിർത്താം. നമ്മുടെ ടീമിലും ഇതുപോലെ ഇഷ്ടംമാതിരി ആളുകൾ ഉണ്ടാവും. നല്ല നല്ല കഴിവുള്ള ആളുകൾ. ആളുകൾക്ക് വെൽനസ് മേഖലകളിൽ ന്യൂട്രിചാർജ് പ്രൊമോട്ട് ചെയ്യാൻ നല്ല കഴിവായിരിക്കും. ചില ആളുകൾക്ക് പെയിന്റ്, ലക്ഷക്കണക്കിന് രൂപയുടെ പെയിന്റ് പ്രൊമോട്ട് ചെയ്യാനായിരിക്കും കഴിവ്. ചില ആളുകൾക്ക് ഗുഡ് ഡോട്ട് സെഗ്മെന്റിലായിരിക്കും. അവർ ILCTC ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നല്ല ഷെഫായിട്ട് മാറിയിട്ടുണ്ടാവും. ചില ആളുകൾക്ക് കോസ്മെറ്റിക്സ്, അവർ KSO ഔട്ട്ലെറ്റ് ഒക്കെ എടുത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും. അവരുടെ കഴിവ് എന്താണെന്ന് കണ്ടെത്തി അത് പ്രൊമോട്ട് ചെയ്യലാണ് ഒരു ലീഡറുടെ കടമ. ഞാൻ തിരിച്ച് നമ്മുടെ പോയിന്റിലേക്ക് വരികയാണ്. RCM ഔട്ട്ലെറ്റ് ഇതെല്ലാം കൂടി ചേരുന്ന ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് ആണ്. നമ്മുടെ ഷോപ്പിൽ വരുന്ന ആളെ ഒരു ഷോപ്പുകാരൻ നോക്കേണ്ടത് അവിടെ വരുന്ന ആളുകളുടെ കഴിവനുസരിച്ച് അവർക്ക് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കൂടിയാണ്. ഒരു ഷോപ്പുകാരൻ എന്തൊക്കെ കിട്ടും? ഒരു ഷോപ്പുകാരന് 8% PUC കമ്മീഷൻ കിട്ടും. നോർമൽ ഫസ്റ്റ് കിട്ടുന്ന അതാണ്. പിന്നെയോ അവർക്ക് റീറ്റെയിൽ ചെയ്യാം.
എൻ്റെ ഷോപ്പിൽ അനാർദനഗോലി എന്ന് പറയുന്ന ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നു. എന്ന് പറഞ്ഞാൽ അനാർദനഗോലി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നേരെ ആ വാതിൽക്കൽ നിന്നിട്ട് ഒരു ഡബ്ബ എന്നോട് കാണിച്ചു ചോദിച്ചു, ഈ സാധനം ഇവിടെ കിട്ടാനുണ്ടാ? അപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് അനാർദനഗോലിയെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ ചോദിച്ചു, ഉണ്ട്, എന്നാൽ 2 വേണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ? എൻ്റെ വീട്ടിൽ ഒരു സ്ത്രീ വീട് വിടാന്തരം കച്ചവടം ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തതാ. പക്ഷെ കഴിച്ചപ്പോൾ അവൾക്ക് ഡോക്ടർ അയണിന്റെ കുറവുണ്ട്, കാൽസ്യത്തിന്റെ കുറവുണ്ട്, മെൻസസ് പീരീഡിൽ അവൾക്ക് വലിയ പ്രശ്നങ്ങളും പെയിനും ഒക്കെ ആയിരുന്നു. പക്ഷെ 2 ഡബ്ബ കഴിച്ചപ്പോൾ തന്നെ നല്ല റിലാക്സ്. പക്ഷെ ഈ ചേച്ചിയെ ഞങ്ങൾ പിന്നെ എവിടെ നോക്കിയിട്ടും കണ്ടില്ല. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഞാൻ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പ്, എൻ്റെ ബിൽഡിങ്ങിൽ കംപ്ലീറ്റ് മെഡിക്കൽ ഷോപ്പാണ്. ഈ ബിൽഡിങ്ങിൽ ഞാൻ മെഡിസിൻ വാങ്ങാൻ വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഷോപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്താനുണ്ടായ കാരണം. അപ്പൊ ഞാൻ ചോദിച്ചു, സമയമുണ്ടോ? സമയക്കുറവൊന്നുമില്ല, മെഡിസിൻ ഒന്ന് വാങ്ങട്ടെ, ഞാനിപ്പോൾ വരാം. അപ്പൊ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരു രോഗിയാണ്, പക്ഷെ ചെറുപ്പക്കാരനാണ്. അദ്ദേഹം എൻ്റെ ഷോപ്പിലേക്ക് വന്നു. ഞാൻ ചോദിച്ചു, എന്തേ മെഡിസിൻ? ഒന്നും പറയണ്ട, കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഇപ്പോൾ എനിക്കില്ലാത്ത വിഷയങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു ബോഡി സ്കാനർ ഉണ്ട്. ഞാൻ വെറുതെ രസമായിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ടൊരു ചെക്കപ്പ് നടത്തി തരാം. ഞാൻ അദ്ദേഹത്തിന്റെ ബോഡി സ്കാനറിൽ കയറ്റി നിർത്തി. ഒരുപാട് പ്രോബ്ലംസ് ഞാൻ അദ്ദേഹത്തിനെ കണ്ടെത്തി. ഞാൻ ഒരുപാട് അതിനുള്ള മറുമരുന്നുകൾ RCMന്റെ ഫുഡ് സപ്ലിമെന്റിലൂടെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. നല്ല പൈസക്കാരനാണ്. ഞാൻ അദ്ദേഹത്തിന് ഓരോ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയപ്പോഴും ഓരോന്നായിട്ട് അദ്ദേഹം എടുത്തു വെച്ചു. ലാസ്റ്റ് ഞാൻ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് അത് എൻ്റെ ബിൽ ബുക്കിൽ എഴുതി MRPക്ക് 4920 രൂപയുടെ സാധനമുണ്ട്. 40 രൂപ വില വരുന്ന ഒരു അനാർദനഗോലി വാങ്ങിക്കാൻ RCMന്റെ ഔട്ട്ലെറ്റ് നടത്തുന്ന എനിക്ക് പ്രൊഡക്റ്റ് അവയർനെസ് ഉള്ളത് കൊണ്ടും അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് കൊണ്ടും എനിക്ക് 4900 ചില്ലാൻ രൂപയുടെ കച്ചവടം നടന്നു. അദ്ദേഹം പോയി. ഞാനൊരു കാര്യമായിട്ട് ഒന്നും അദ്ദേഹത്തിന് കിഴിച്ചു കൊടുത്തില്ല, MRP തന്നെ കൊടുത്തു. ഞാൻ അദ്ദേഹം പോയപ്പോൾ അതിന്റെ ലാഭം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് അന്നത്തെ ഒരു 3/4 മണിക്കൂർ സമയം കൊണ്ട് നിയർ ബൈ 1000 രൂപ എനിക്ക് ലാഭമുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിച്ചു വെച്ചു. അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. നെക്സ്റ്റ് മന്ത്, ഒരു മാസം കഴിച്ചാൽ തീരാവുന്ന പല സാധനങ്ങളും അതിലുണ്ട്. ഞാൻ അദ്ദേഹത്തിന് അടുത്ത മാസം വിളിച്ചു വരുത്തി. വീണ്ടും ഞാൻ അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് കൊടുത്തു. ആ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് 6000 രൂപയുടെ പ്രൊഡക്റ്റ് പിടിപ്പിച്ചു. ഒട്ടും ഞാൻ കുറച്ച് കൊടുത്തില്ല, 6000 രൂപ ഞാൻ MRP കൊടുത്തു. വീണ്ടും 3ാമത്തെ മാസം വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് ദയ തോന്നി. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ടീമിൽ ഒരു മെമ്പർഷിപ്പ് കൊടുത്തു. ഇപ്പോൾ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് അടക്കം ഡയമണ്ട് ക്ലബ് മെമ്പർഷിപ്പിനുള്ള പ്രൊഡക്റ്റ് എവരി മന്ത് അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഷോപ്പ് നടത്തുന്ന ആളുകൾക്ക് പ്രൊഡക്റ്റ് നോളേജ് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്കുള്ള ഒരു ഭാഗ്യം എന്താണ്? ഒരു ഔട്ട്ലെറ്റ്, ഒരു ഏരിയ നല്ല രീതിയിൽ നടത്തണം. അതല്ലെങ്കിൽ തൊട്ട് മുമ്പിൽ വേറെ ഷോപ്പ് വരും. നല്ല ഔട്ട്ലെറ്റുകൾ നടത്തുകയാണെങ്കിൽ ഒരു ഏരിയയിൽ ഒരു ഔട്ട്ലെറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ധാരാളം ഔട്ട്ലെറ്റുകൾ കേരളത്തിലുണ്ട്. ഒരാളെയും മറ്റ് ഔട്ട്ലെറ്റുകാരൻ ഡിസ്റ്റർബ് ചെയ്യില്ല. 3 കിലോമീറ്ററിന്റെ സറൗണ്ടിങ്സിനുള്ളിൽ വേറെ ഷോപ്പ് വരികയില്ല. പക്ഷെ നല്ല രീതിയിലല്ലെങ്കിൽ. അപ്പൊ എന്താ നല്ല രീതി? അത് ഞാൻ പറയാം. ഇനിയോ, കോമ്പറ്റീഷൻ ഇല്ല. സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു ബിൽഡിങ്ങിൽ ഒരു ഷോപ്പ് വന്നാൽ ആ ഷോപ്പിൽ കച്ചവടം ഉണ്ടെങ്കിൽ അതിന് തൊട്ടടുത്ത് ഇഷ്ടമായ ഷോപ്പ് വരും. എൻ്റെ ബിൽഡിങ്ങിൽ ഒരു മെഡിക്കൽ ഷോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ട് നന്നായിട്ട് കച്ചവടം ചെയ്യുന്നു എന്ന് തോന്നിയപ്പോൾ അടുത്ത ഷോപ്പുകാരൻ വന്ന് അവൻ ബോർഡ് വെച്ചു, 10% ഡിസ്കൗണ്ട്. 3ാമത്തെ ഷോപ്പുകാരൻ വന്നു, അവൻ 15% ഡിസ്കൗണ്ട്. 4ാമത്തെ ഷോപ്പുകാരൻ വന്നു, അവൻ 20% ഡിസ്കൗണ്ട്. ഇപ്പൊ എൻ്റെ ബിൽഡിങ്ങിൽ 10ഓളം മെഡിക്കൽ ഷോപ്പുകളുണ്ട്, ജൻ ഔഷധി അടക്കം. അവരെല്ലാവരും ബോർഡ് വെച്ചിരിക്കുന്നു 13% മുതൽ 70% വരെ ഡിസ്കൗണ്ട്. അപ്പൊ എത്രയാ ഇതിന്റെ ലാഭം? എന്തായാലും RCMന് അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. RCMന്റെ പ്രൊഡക്റ്റിന് ആർക്കും ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ ഏത് ഔട്ട്ലെറ്റിനും ഒരു റേറ്റാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഷോപ്പിൽ നിന്ന് വരുന്ന ആളോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എവിടുന്നാ വരുന്നേ? രാമനാട്ടുകര. രാമനാട്ടുകരയിൽ നിന്ന് എൻ്റെ ഷോപ്പിലേക്ക് വണ്ടി കയറി വന്നിട്ട് എനിക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതിൽ നിന്നും 1 രൂപ കുറച്ച് തരാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ വണ്ടി കയറി ഇങ്ങോട്ട് വരണ്ട. ആ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഷോപ്പുകളുണ്ട്, നിങ്ങൾ അവിടെ പോയി സാധനം വാങ്ങിക്കേ. അങ്ങനെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യാറുള്ളത്. ഒരു പക്ഷേ ഞാൻ ലീഡർ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. എന്തായാലും അങ്ങനെ ഞാൻ പറയാറുണ്ട്. ഇനി RCMന്റെ ഒരു ഔട്ട്ലെറ്റ് സക്സസ് ആക്കാൻ, നമുക്കറിയാം, നാട്ടിലൊരു കട തുടങ്ങിയാൽ ആ കട സക്സസ് ആക്കണമെങ്കിൽ അവിടെയുള്ള ഓണർ സ്റ്റാഫിനെ വെക്കണം. ഇനി അത് മാർക്കറ്റ് ചെയ്യാൻ ഫീൽഡിൽ പോകണമെങ്കിൽ അയാളെ ശമ്പളം കൊടുത്ത് ഫീൽഡിൽ ആളെ പറഞ്ഞേക്കണം. എൻ്റെ ഷോപ്പിന്റെ ചുറ്റുവട്ടത്ത് എനിക്കറിയാം 1000 പേരെങ്കിലും RCM ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഫീൽഡിൽ പോയി ചെയ്യുന്ന ബിസിനസിന്റെ കച്ചവടം നടക്കുന്ന എൻ്റെ ഷോപ്പിലാണ്. ഞാൻ അവർക്ക് ആർക്കും ഒന്നും കൊടുക്കണ്ട. പക്ഷെ അവർ വാശിയോട് കൂടി വന്നിട്ട് എൻ്റെ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങി കൊണ്ടുപോകും. ഇല്ല എന്നൊരു കംപ്ലൈന്റ് പറയിക്കാൻ ഞാൻ അവർക്ക് ഇട നൽകാത്ത രീതിയിൽ ഞാൻ എൻ്റെ ഷോപ്പിൽ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും.
അതുകൊണ്ട് അവർ കൃത്യമായിട്ട് എൻ്റെ ഷോപ്പിലേക്ക് തന്നെ വരും. ഞാൻ എല്ലാ ഷോപ്പുകാരോടും പറയും, നിങ്ങളുടെ ഷോപ്പിന്റെ പരിധിയിൽ നിന്ന് ഒരാളും എൻ്റെ ഷോപ്പ് അന്വേഷിച്ച് വരരുത്. അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ട് ബില്ലടിക്കണം, ഓൺലൈൻ ബില്ലടിക്കണം, പ്രിന്റ് എടുത്ത് കൊടുക്കണം, സഫീഷ്യന്റ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, വരുന്ന ആളുകൾക്ക് പാർഷ്വാലിറ്റി ഇല്ലാതെ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ഇത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അവർ കച്ചവടം ഉണ്ടാക്കി തരും. നമ്മുടെ ഷോപ്പിലേക്ക് ഒരാൾ വരുമ്പോ നീ ആരുടെ ടീമിലാ ചോദിക്കരുത്. ഷോപ്പുകാരൻ നിനക്ക് നിന്റെ ഭാര്യയുടെ പേരിലോ അച്ഛന്റെ പേരിലോ എൻ്റെ ടീമിൽ എൻട്രി എടുത്തൂടെ? ചെയ്യാൻ പാടില്ല. ആ വ്യക്തി എത്രയോ കഷ്ടപ്പെട്ട് നമ്മളെ ഷോപ്പിലേക്ക് ഒരാളെ പറഞ്ഞേ ശരിയാണ്. അയാൾക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന് വാങ്ങിക്കുന്ന സാധനത്തിൽ നിന്ന് ഏറി വന്നാൽ 2.5% കിട്ടും. പക്ഷെ അയാൾ പറഞ്ഞേച്ച വ്യക്തി നമ്മുടെ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് 9.5% കിട്ടും. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്ന ആളുകളാണ് പല ഷോപ്പുകാരും കേരളത്തിൽ. പക്ഷെ എല്ലാവരും ഞാൻ പറയുന്നില്ല, പല ഷോപ്പുകാരും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിസിനസ് നിലനിന്ന് പോകും. RCMനെ സപ്പോർട്ട് ചെയ്യാൻ ടീം സപ്പോർട്ട് മാത്രമല്ല, ഫാമിലി, അപ്ലൈൻ, ഡൗൺലൈൻ, കമ്പനി, ഇതൊക്കെ നമ്മുടെ ഷോപ്പ് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ഇനി ഔട്ട്ലെറ്റുകാരൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് 5 ലക്ഷത്തിൽ താഴെ നമ്മുടെ ഷോപ്പിന്റെ ടേൺ ഓവർ പോവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. 5 ലക്ഷത്തിന്റെ താഴെ എൻ്റെ ഷോപ്പിൽ നിങ്ങൾ വരിക. ഞാൻ 2005 2 ലക്ഷം രൂപയ്ക്ക് തുടങ്ങിയ ഷോപ്പാ. ഇപ്പോൾ എൻ്റെ ഷോപ്പിൽ 30 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. 2 ലക്ഷത്തിന് ശേഷം ഞാൻ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഷോപ്പിൽ നിന്ന് കിട്ടിയ ലാഭം മാത്രം ഞാൻ വീണ്ടും അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അത് എടുക്കാതെ കൊണ്ടുപോയി. ഇപ്പൊ എൻ്റെ ഷോപ്പിൽ 30 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. എൻ്റെ പർച്ചേസ് അക്കൗണ്ടിൽ എനിക്ക് ഒരിക്കലും പ്രൊഡക്റ്റ് ലോഡ് വരുമ്പോൾ ഫണ്ട് അന്വേഷിച്ച് നടക്കാൻ ഇടയാവാറില്ല. കാരണം എൻ്റെ പർച്ചേസ് അക്കൗണ്ടിൽ എപ്പോഴും സഫീഷ്യന്റ് ഫണ്ട് ഉണ്ടാവും. ഇനിയോ എൻ്റെ കറണ്ട് അക്കൗണ്ടിൽ എപ്പോഴും പൈസ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ RCMന്റെ ഷോപ്പിലൂടെ ഉണ്ടാക്കിയതാ. പിന്നീട് ഞാൻ ഒരു പൈസ ലോൺ എടുത്ത് അതിലിട്ടതല്ല. അപ്പൊ സഫീഷ്യന്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ ഒരു ഷോപ്പ് നടത്തുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകളൊക്കെ കേൾക്കണം. നിങ്ങൾക്ക് ഷോപ്പുകാരല്ലെങ്കിലും നിങ്ങൾ നാളെ ഷോപ്പ് പ്രൊമോട്ട് ചെയ്യേണ്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് അറിയണം, ഇത് കേൾക്കണം, നിങ്ങളിത് പ്രൊമോട്ട് ചെയ്യണം. ഇന്ന് നിങ്ങളുടെ ടീമിലേക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇതിന്റെ യൂട്യൂബ് ലിങ്ക് അവർക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾ അവരെ കൊണ്ട് കേൾപ്പിക്കണം. ഷോപ്പ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. എൻ്റെ ഷോപ്പിന്റെ ഇവിടുത്തെ മാനേജർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഷൈമേഡാണ്. ഷൈമേഡ് ഒരു ബില്ലിംഗ് സ്റ്റാഫായിട്ട് കയറി വന്ന് ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ഇവിടെ ഇരുന്നിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും സമയം കളയാതെ അവസരം മനസ്സിലാക്കി RCM ചെയ്ത് ഈ സീറ്റിൽ ഇരുന്നുകൊണ്ട് RCMന്റെ സ്റ്റാർ പേളായി ഇവിടെ ഇരുന്നുകൊണ്ട് മാസം 3/4 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ആളെന്ന്. അപ്പോൾ ഷോപ്പിലിരിക്കുന്ന ഓരോ സ്റ്റാഫിനും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാം. അവർക്കും പറ്റും. ഷോപ്പിന് മുമ്പിലൂടെ നടന്നു പോകുന്ന പല ആളുകളും എൻ്റെ ഷോപ്പിൽ സാധനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ഭംഗി കണ്ടിട്ട് ചോദിക്കാറുണ്ട്, ഇതെന്ത് കമ്പനി, ഇതെന്ത് പ്രൊഡക്റ്റ്, ഇത്ര ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആര്, എന്താ ഇതിന്റെ പ്രത്യേകത, ഞങ്ങൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കണ്ടില്ലല്ലോ. ഇത്രയും ചോദ്യം മതി ഒരാളെ ക്ലോസ് ചെയ്തിട്ട് RCMന്റെ മെമ്പർ ആക്കി മാറ്റാൻ. ഈ ഷോപ്പിന് മുന്നിലൂടെ നടന്നു പോകുന്ന ആളുകളെ, ഷോപ്പിലേക്ക് കയറി വന്ന മറ്റൊരാൾ പറഞ്ഞേച്ച ആളുകളെയല്ല, ഷോപ്പിന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് RCM പറഞ്ഞു കൊടുത്തിട്ട് ഒരു സ്റ്റാഫ് സ്റ്റാർ പേൾ ആയെങ്കിൽ കേരളത്തിലെ എല്ലാവർക്കും അത് പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. അതിന് വേണ്ടത് എന്താണ്? ലേൺ പ്രോഡക്ട്സ്, ടാർഗറ്റ്, സിസ്റ്റം. ഇത് 3 നമ്മൾ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. ഇനിയോ വീക്ക്ലി മീറ്റിങ്ങുകൾ കമ്പൽസറി നടത്തണം. എൻ്റെ ഷോപ്പ് 2005 സെപ്റ്റംബർ മാസം 17-ാം തീയതി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം വീക്ക്ലി മീറ്റിങ്ങുകളെ അത് ഒരു കാരണവശാലും കോംപ്രമൈസ് ഇല്ല. നിങ്ങൾ കോഴിക്കോട് നാരായണേട്ടൻ അറിയാം. നാരായണേട്ടൻ ഏറ്റവും വലിയൊരു കച്ചവടക്കാരനായിട്ട് എൻ്റെ കൂടെ വന്നതാ. ഇന്ന് 2-2.5 ലക്ഷം രൂപ മാസം വാങ്ങിക്കുന്ന സ്റ്റാർ എമറാൾഡ് ആണ്. റൂബി ഇതാ എന്ന് പറഞ്ഞിട്ട് 5-6 മാസമായി. ചെറിയ വോളിയത്തിന് റൂബിയും എപ്പോൾ വേണമെങ്കിലും റൂബി ആവാം. എന്താണ് പ്രത്യേകത? ഇതൊക്കെ നമ്മളെ വീക്ക്ലി മീറ്റിംഗിന്റെ പ്രോഡക്ട്സാ. ഹേമന്ത് സാർ, വീക്ക്ലി നിങ്ങൾ കേരളത്തിലെ ഗർജിക്കുന്ന വീക്ക്ലി മീറ്റിംഗിന്റെ പ്രോഡക്ട്സാ. ഒരുപടി അങ്ങനത്തെ ആളുകളുണ്ട് ഇവിടെ കോഴിക്കോട്. എടുത്തു പറയാൻ നമുക്ക് ഒരുപടി ടെക്നിക്കൽ അച്ചുവർമാർ, സ്റ്റാർ പേൾമാർ, എമറാൾഡ്മാർ. വീക്ക്ലി മീറ്റിംഗിന്റെ പ്രോഡക്റ്റ് എല്ലാ ഷോപ്പുകളിലും വീക്ക്ലി മീറ്റിംഗ് കമ്പൽസറി വെക്കണം. അതിൽ കോംപ്രമൈസ് ഉണ്ടാവരുത്. ഇനിയോ ഷോപ്പിന്റെ സറൗണ്ടിങ്സിൽ ഹോം മീറ്റിങ്ങുകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ലീഡേഴ്സിനും ഷോപ്പ് ഓണർക്കും നിർബന്ധമായ ഒരു കാര്യമാക്കി മാറ്റണം. ഷോപ്പുകാരന് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഷോപ്പിലെ സെയിൽസ് കൂടും, ടേൺ ഓവർ കൂടും. ഡിസ്പ്ലേ വാളുകൾ പ്രൊമോട്ട് ചെയ്യണം, അത് ഷോപ്പിന്റെ ടേൺ ഓവർ കൂടും. വീക്കിലി ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ നടത്താൻ നമുക്ക് പറ്റിയാൽ അതൊക്കെ നമ്മുടെ ബിസിനസ് കൂടും. അതിനൊക്കെ ചടപ്പും അഭിമാനക്ഷതവും ഒന്നും വിചാരിക്കണ്ട. ബാഗിലിട പോവുക. ഞാൻ ബാഗിലിട്ട് പ്രൊഡക്റ്റുമായിട്ട് വീട് വിടാൻ തന്നെ കയറി ഇറങ്ങുമ്പോൾ എൻ്റെ ഷോൾഡർ പിടിച്ച ഒരാൾ പുറത്താക്കിയിട്ടുണ്ട്. ഇവിടെ പട്ടിയെ ഞങ്ങൾ രാവിലെ തുറന്നു വിടാറുണ്ട്. നിങ്ങൾ ഇമ്മായത്തെ പ്രൊഡക്റ്റുകളൊന്നും ഞങ്ങളെ വീട്ടിലേക്ക് ഒരാളെയും ഞങ്ങൾ ബാഗിൽ സാധനം കൊണ്ടുവരുന്നവരെ ഇങ്ങോട്ട് കയറ്റാറില്ല. അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ വീട്ടിലേക്ക് കയറരുത്. പാവം ഇന്നും പട്ടിയെ നോക്കിയിരിക്കണു.
ഞാനോ RCMന്റെ കോ ലീഡറായി. ഞാൻ ഇപ്പോഴും ആ വീടിന്റെ മുമ്പ് കൂടെ പോകുമ്പോൾ ഞാനൊന്ന് നോക്കാറുണ്ട്. എന്റെ കാറിലിരുന്ന് എത്തി നോക്കും. അന്ന് അങ്ങേർക്ക് 21 വയസ്സ് കുറവായിരുന്നു, ഇന്ന് 21 വയസ്സ് കൂടി. പട്ടി മാറി എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ കൂടെ വന്നിരുന്നെങ്കിലോ ഇന്ന് ആരെ പോലെ, KM ജയപ്രസാദ് സാറിനെ പോലെ, രഞ്ജിത്ത് സാറിനെ പോലെ, ഹേമന്ത് സാറിനെ പോലെ, റൂബിയോ, അതല്ലെങ്കിൽ എന്നെക്കാളും മേലെ മുർസാറിനെ പോലെ സഫയറൊക്കെ ആവേണ്ട ആളാ. എന്ത് ചെയ്യാനാ, യോഗമില്ല. പക്ഷേ നമ്മളുടെ പണി നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. നമ്മൾ രജിസ്റ്റർ വെക്കണം, കസ്റ്റമേഴ്സിന്റെ രജിസ്റ്റർ. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ കൃത്യമായിട്ട് മൊബൈൽ നമ്പർ കളക്ട് ചെയ്തിട്ട് അവരുടെ നോമിനിക്കോ വീട്ടിലെ വേറെ ആർക്കോ എൻട്രി കൊടുക്കാനല്ല. കഴിഞ്ഞ ദിവസം ഫെബ്രുവരി മാസം 28-ാം തീയതി, കാരണം നമുക്കറിയാം കുഞ്ഞമാസ, പല ആളുകൾക്കും ഡേറ്റിന്റെ കാര്യം മറന്നുപോയി. എല്ലാ മാസവും എന്റെ ഷോപ്പിൽ വന്നിട്ട് 5000 PVയുടെ സാധനം വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർ വന്നില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഞാൻ അത്തരം കാര്യങ്ങൾ നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ കാര്യം ഞാൻ പ്രത്യേകം നോക്കാറുണ്ട്. 10 മണിക്ക് ഞാൻ ക്ലോസ് ചെയ്യുമ്പോൾ വെറുതെ ഞാൻ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു. അയ്യോ സാറേ, 28-ാം തീയതി ആണല്ലേ, മാസം 30 ഇല്ലല്ലേ, ഞാൻ മറന്നുപോയി, സാറ് പോയില്ലല്ലോ, ഞാൻ ഇപ്പൊ വരാം, ഒരു 15 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്താം. എന്റെ ഷോപ്പിൽ നിന്ന് 15 മിനിറ്റ്, അദ്ദേഹത്തിന്റെ വീട് 10 കിലോമീറ്റർ അപ്പുറത്താണ്. അദ്ദേഹം കാർ എടുത്ത് എന്റെ ഷോപ്പിൽ വന്ന് 12,000 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്ത് പോയി. രജിസ്റ്റർ ഉണ്ടായി, നമ്പർ ഉള്ളത് കൊണ്ട്, കൃത്യമായിട്ട് എല്ലാ മാസവും സാധനം വാങ്ങുന്ന ആളുമായിട്ടുള്ള ഞാനൊരു ഇന്റിമസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ആയിരിക്കണം രജിസ്റ്റർ നോക്കേണ്ടത്. അതല്ലാതെ അവരുടെ നോമിനിക്ക് എൻട്രി കൊടുക്കാൻ വേണ്ടി അത് ഉപയോഗിക്കരുത്. അത് ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. ഇനിയോ, പ്രോഡക്റ്റുകൾ പുതിയത് വരുന്നു. ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കാം ഈ കസ്റ്റമർ രജിസ്റ്ററിലുള്ള ആളെ വെച്ചിട്ട്. പുതിയ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കാം. ഇന്ന് നമുക്ക് RCMന്റെ ഒരുപാട് ഗ്രൂപ്പുകളിൽ RCMന്റെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്, വാട്സപ്പ് മെസ്സേജുകൾ. അതൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കാം. പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ആകുമ്പോൾ അയച്ചു കൊടുക്കാം. വീക്ക്ലി മീറ്റിങ്ങുകളുടെ മെസ്സേജ് അയച്ചു കൊടുക്കാം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ നന്നാവുള്ളൂ. അങ്ങ് എറണാകുളത്ത് ഉദയംപേരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ജു ആൻഡ് സൈജു, 2 മേഡം ദമ്പതികൾ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. ഞാൻ ഒരിക്കൽ അവിടെ യാദൃശ്ചികമായിട്ട് ആ ഷോപ്പ് ചെന്നപ്പോൾ അക്ഷരാർത്ഥം ഞാൻ അത്ഭുതപ്പെട്ടു. അവർ എല്ലാ വെള്ളിയാഴ്ചയും മീറ്റിംഗ് നടത്തും. അവരുടെ ഷോപ്പിൽ നിറച്ചും RCMന്റെ വലിയൊരു, എന്താ പറയാ, ഒരു സ്പൈറൽ ബൈൻഡഡ് പുസ്തകം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ A4 ഷീറ്റിനെക്കാട്ടും വലിയ ഷീറ്റിൽ RCMന്റെ ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടും എനിക്ക് പോലും അറിയാത്ത രീതിയിൽ അത് അവരെഴുതി തയ്യാറാക്കി പടം വരച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. വരുന്ന ആളുകൾക്കൊക്കെ ടീം നോക്കാതെ അത് വായിക്കാൻ കൊടുക്കും. ഇതിന്റെ വലിയ A3 ഷീറ്റിൽ എഴുതി ഒട്ടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. മാർക്കറ്റിംഗ് പ്ലാൻ വിശദീകരിക്കേണ്ട, പറഞ്ഞു കൊടുക്കേണ്ട, അതൊക്കെ ചുമരിലുണ്ട്. എവരി വെള്ളിയാഴ്ച ആര് വന്നാലും കുഴപ്പമില്ല, പ്രൊമോട്ട് ചെയ്യുന്നു. അതിലൂടെ നല്ല ടേൺ ഓവർ ഉണ്ടാവുന്നു. ചെയ്യണം നമ്മൾ. അതുപോലത്തെ കുറെ ഷോപ്പുകളുണ്ട്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. ഇനിയോ, നമ്മുടെ ഷോപ്പിന്റെ ചുറ്റുവട്ടത്ത് ഒരു 10 വർക്കിംഗ് ലീഡേഴ്സിനെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളൊരു കടമ. എന്താ ഗുണം? 10 വർക്കിംഗ് ലീഡേഴ്സിനെ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു വർക്കിംഗ് ലീഡറെ കൊണ്ട് ഒരു മാസം 10 ഹോം മീറ്റിംഗ് നിങ്ങൾ നടത്തിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈച്ച് ഒരു ലീഡർ അവരുടെ ടീമിൽ 10 മീറ്റിംഗ് നടത്തിയാൽ ഒരു മാസം നമ്മുടെ ഷോപ്പിന്റെ സറൗണ്ടിങ്സിൽ 100 ഹോം മീറ്റിംഗ് നടക്കും. 100 ഹോം മീറ്റിംഗ് നടക്കുന്നു. നമ്മുടെ ലക്ഷ്യം ഒരു ഹോം മീറ്റിംഗിൽ ഒരു ഡിസ്പ്ലേ വാളെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം നിങ്ങൾ വെച്ചാൽ, ഒരു ഡയമണ്ട് ക്ലബ് മെമ്പറെങ്കിലും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ, നിങ്ങളായിട്ട് ടീമിനെ ക്രിയേറ്റ് ചെയ്യ്, അതിലൂടെ ഉണ്ടാക്കിയെടുത്താലും മതി. 10 ലക്ഷം ടേൺ ഓവർ ഗ്യാരണ്ടി. 10 ഹോം മീറ്റിംഗ്, 10 ഡയമണ്ട് ക്ലബ് മെമ്പർ, 10 ഡിസ്പ്ലേ വാൾ ഈസ് ഈക്വൽ ടു 10 lakh ടേൺ ഓവർ. ഇതൊക്കെ പറയാൻ സാറേ സിമ്പിളാണ്, ഇതൊന്നും നടക്കൂല. നമ്മൾ കുറെ കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. എന്ത് നടന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ പ്രസംഗിക്കേണ്ട, പക്ഷെ അത് നിങ്ങൾ മറ്റുള്ള ലീഡർമാരോടെ പറയാൻ പാടുള്ളൂ, എന്നോട് പറയരുത്. ഇത് ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് മുന്നിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തും. നിങ്ങൾ ഇരിക്കെ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ, ഞാൻ ഒരു എക്സാമ്പിളും ഞാൻ മീറ്റിംഗ് എടുക്കുമ്പോൾ ആരെയും പറയാറില്ല. മുർസാറിന് എന്നെക്കാളും കഴിവുണ്ട്, ഡോക്ടർ രാജൻ സാറിന് എന്നെക്കാളും കഴിവുണ്ട്, ബിനു സാറിന് എന്നെക്കാളും കഴിവുണ്ട്, ഹേമന്ത് സാറിന് എന്നെക്കാളും കഴിവുണ്ട്. പക്ഷെ എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ എന്നെ പറയാറുള്ളൂ. എനിക്ക് പറ്റുമോ? ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന കേരളത്തിലുള്ള എല്ലാവർക്കും പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് മറ്റൊരാളെ ഞാൻ എക്സാമ്പിളിന് എടുക്കാറില്ല. അപ്പൊ നമുക്ക് നോക്കാം. തുടർന്ന് ഔട്ട്ലെറ്റ് ഇൻകം നമുക്ക് മിനിമം ഈ രീതിയിൽ നമ്മൾ ചെയ്താൽ 1 ലക്ഷം രൂപ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്താണ്? 100 ഹോം മീറ്റിംഗ്, 10 ലീഡേഴ്സ്, അവരെ കൊണ്ട് 10 മീറ്റിംഗ്, അതിലൂടെ ഒരു മാസം 100 മീറ്റിംഗ്, 100 ഡയമണ്ട് ക്ലബ് മെമ്പർ, 100 ഡിസ്പ്ലേ വാള്, 1 ലക്ഷം രൂപ മാസ വരുമാനം, 10 ക്രൗൺ ക്ലബ് മെമ്പർ. നടക്കുവോ? ഈ തിരക്കുകൾക്കിടയിലും കഴിഞ്ഞ 6.5 വർഷമായിട്ട് സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളാണ് ഞാൻ. സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ 25,000 PV, അറൌണ്ട് 50,000 രൂപയുടെ പ്രൊഡക്റ്റ്. ഞാൻ പറയുന്നു, ഇഷ്ടം മാതിരി ആളുകൾ കേരളത്തിൽ 1 ലക്ഷം 2 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് വെക്കുന്ന ആളുകളുണ്ട്. 10 ക്രൗൺ ക്ലബ് മെമ്പറെ നമ്മുടെ ചുറ്റുവട്ടത്ത് ക്രിയേറ്റ് ചെയ്യട്ടെ. ഇനിയോ, ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ഒരു സംശയവും വേണ്ട, ഓരോ ക്രൗൺ ക്ലബ് മെമ്പറെയും
നമ്മളെ സംബന്ധിച്ചിടത്തോളം മന്ത്ലി നമുക്ക് നല്ലൊരു ഇൻകം ഏൺ ചെയ്യുന്ന ആളാക്കി മാറ്റാം. 10 പേരെ കൊണ്ടും നമുക്ക് ഒരു 40,000 രൂപയുടെ സെയിൽ നമുക്ക് ഉണ്ടാകും. അതിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 2005 എൻ്റെ ഷോപ്പ് തുടങ്ങുന്നത് കോഴിക്കോട് മാവൂർ റോഡിൽ 200 സ്ക്വയർ ഫീറ്റിലാണ്. 2007 കമ്പനി ഒരു പുതിയ പ്രൊജക്റ്റുമായിട്ട് വന്നു, RCM ബസാർ. എനിക്ക് വലിയ സങ്കടം, 2005 തുടങ്ങിയ ആ കാലഘട്ടത്തിൽ എൻ്റെ കയ്യിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു ക്യാമറാമാനെ വിളിച്ചൊരു ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ല. ആ സങ്കടമൊക്കെ ഞാൻ ഇപ്പോൾ തീർക്കുന്നുണ്ട്. എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ നിറച്ചും ഫോട്ടോ, ഏത് വഴിക്ക് പോയതാണെങ്കിലും പ്രോഗ്രാമിന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്ക് കിട്ടും. നല്ലൊരു സ്ഥലം അവിടെ. അന്ന് അതൊന്നുമില്ല, ഫേസ്ബുക്ക് ഒന്നുമില്ല. അങ്ങനെ 2007 ഞാൻ കേരളത്തിലെ ആദ്യത്തെ RCM ബസാർ എടുത്തു. അതിന്റെ ഉദ്ഘാടനമാണത്. നിങ്ങൾ കണ്ടോ ഷാമിയാന? ആ ഷോപ്പിന് ഉള്ളിൽ എൻ്റെ കേരളത്തിലെ ആദ്യത്തെ ഈ ഒരു ബിൽഡിംഗ് ഫുള്ളായിട്ട് താഴെയും മേലെയും RCM പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് 2007 സെപ്റ്റംബർ മാസം 12-ാം തീയതി എൻ്റെ RCM ബസാർ ഞാൻ ഉദ്ഘാടനം നടത്തി. വീണ്ടും RCMന് ഒരു ചെറിയ ബ്രേക്ക് വന്നു. അത് നിൽക്കണ്ട, ഇതിന്റെ ഉദ്ഘാടന ചടങ്ങാണ്. നമ്മുടെ എൻ്റെ RCMന്റെ ആദ്യത്തെ മെമ്പർ എൻ്റെ അസോസിയേറ്റ് KM ജയപ്രസാദ് സാറാണ്. അദ്ദേഹം ഒരു ഗവൺമെന്റ് ഗസറ്റഡ് ഓഫീസറായിരുന്നു. അദ്ദേഹം CWRDM എന്ന് പറയുന്ന ഓഫീസിലെ ടെക്നിക്കൽ ഓഫീസറായിരുന്നു. എന്നെ RCMൽ പിടിച്ചു നിർത്തിയതിൽ നല്ലൊരു പങ്കുവഹിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവാണ് KM രഞ്ജിത്ത് സാറ്. നിങ്ങൾ നോക്കുക, അദ്ദേഹത്തിനെ കൊണ്ടാണ് ഞാൻ ആദ്യത്തെ തിരി കൊളത്തിച്ചത്. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഗംഭീരമായി പോയി. 2015 അങ്ങനെ 2007 നിങ്ങളത്തെ കഥ അറിയണം. ഇന്നത്തെ കാലഘട്ടമല്ല, 2007 RCMന്റെ ഒരു എലൈറ്റ്, അന്നും RCMന് എലൈറ്റ് ചായപ്പൊടി ഉണ്ട്. 65 രൂപ കൊടുത്താൽ എലൈറ്റ് ചായപ്പൊടി കിട്ടും. 6% PUC കമ്മീഷൻ ഉണ്ട്. അത് വെക്കുന്ന ഒരു PUC കാരന് 3 രൂപ 90 പൈസ കിട്ടും. ടേൺ ഓവർ കമ്മീഷൻ ഒന്നുമില്ല. ഇന്ന് അതേ ചായപ്പൊടിക്ക് 244 രൂപ വിലയുണ്ട്. 8% PUC കമ്മീഷൻ ഉണ്ട്. ടേൺ ഓവർ കമ്മീഷൻ വേറെയുണ്ട്. ടേൺ ഓവർ കമ്മീഷൻ നിങ്ങൾ മാറ്റിവെക്ക്. സാധാരണ ടേൺ ഓവർ കമ്മീഷൻ വാങ്ങിക്കാത്ത ഒരു ഷോപ്പുകാരന് വരെ അതേ എലൈറ്റ് ചായപ്പൊടിക്ക് ഇന്ന് 19 രൂപ 52 പൈസ. സാറേ, PUC കമ്മീഷൻ കുറവാണേ, അതൊന്നും നിങ്ങൾ കോർ ലീഡർ അല്ലേ, കമ്പനിയോട് പറയൂ, ഒന്ന് കൂട്ടിത്തരാൻ പറയൂ. കൂട്ടിയില്ലേ? 3 രൂപ 90 പൈസയ്ക്കാണ് ഞാൻ എലൈറ്റ് ചായപ്പൊടി വിറ്റ് RCMലേക്ക് വന്നത്. ഇന്ന് അതേ എലൈറ്റ് ചായപ്പൊടി വിറ്റാൽ 19 രൂപ 52 പൈസ കിട്ടുമെങ്കിൽ കൂടിയില്ലേ? എത്ര ഇരട്ടി കൂടി? നിങ്ങൾ ചിന്തിച്ചു നോക്കി, എത്ര ഇരട്ടി കൂടി? അപ്പോൾ RCMന്റെ സെയിൽസ്, പ്രത്യേകിച്ചും നമ്മളെ സെയിൽസ് ബെനിഫിറ്റ് ഇൻക്രീസ്ഡ് വിത്തൗട്ട് ഇൻക്രീസിങ് ദി കസ്റ്റമർ ബേസ്. നമുക്ക് കസ്റ്റമർ ബേസ് ഒന്നും കൂടാതെ തന്നെ നമ്മളുടെ ബിസിനസ് കൂടി. അതെ, അന്ന് എനിക്ക് 100 കസ്റ്റമറാണ് ഉള്ളത്, ഇന്നും 100 കസ്റ്റമറേ ഉള്ളൂവെങ്കിലും എൻ്റെ ബിസിനസ് എത്ര ഇരട്ടിയായിട്ട് വർദ്ധിച്ചു നിങ്ങൾ നോക്കൂ. അന്നത്തെ റേറ്റിനെ അപേക്ഷിച്ച് ഏകദേശം 33 PV നിന്ന് ആ സാധനം 116 PV എത്തി. റോയൽറ്റിയുടെ കണ്ടീഷനിൽ മാറ്റമുണ്ടോ? ഇല്ല. ഞാൻ 2005 വരുമ്പോഴും ഒരു സൈഡിൽ 3.5 ലക്ഷം, മറു സൈഡിൽ 1.15 വന്നാലേ റോയൽറ്റി ഗോൾഡ് കിട്ടുള്ളൂ. ഇന്ന് ഇത്രമാത്രം പ്രൊഡക്റ്റ് ഉള്ള കാലത്ത്, ഇത്രമാത്രം സെഗ്മെന്റുകളുള്ള കാലത്തും റോയൽറ്റിക്ക് കമ്പനി ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇന്നും 3.5, 1.15 വന്നാൽ കമ്മീഷൻ, റോയൽറ്റി നമ്മൾ അച്ചീവ് ചെയ്യും. റോയൽറ്റി കമ്മീഷനിൽ കമ്പനി വ്യത്യാസം വരുത്തി. അന്ന് മാക്സിമം സ്റ്റാർ പ്ലാറ്റിനത്തിന് 6% ഉള്ളൂ, ഇന്ന് 8% ഉണ്ട്. അപ്പോൾ വോളിയം കൂടി, റേറ്റ് കൂടി, പ്രൊഡക്റ്റുകളുടെ എണ്ണം കൂടി, ടാർഗറ്റിൽ ഒരു വ്യത്യാസവും ഇല്ല. എന്നാൽ നമ്മളെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് വരുന്ന പൊസിഷന്റെ കമ്മീഷനും വർദ്ധിച്ചു. എന്നിട്ടും ആളുകൾ അച്ചീവ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പറയും മടിയന്മാരാ, രക്ഷപ്പെടാൻ യോഗമില്ല. ലോകത്ത് ഇത്രമായ സുന്ദരമായ ഒരു അവസരം കിട്ടിയിട്ട് ഇവിടുന്ന് മരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവം നിങ്ങളോട് ചോദിക്കും, എന്തിന് നിങ്ങൾ ഭൂമിയിൽ ജനിച്ച് മരിച്ചിട്ട് ഇങ്ങോട്ട് വന്നു, പോ എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കില്ല, നരകത്തിന്റെ വാതിൽ. ഒരുപാട് ആളുകളെ ജീവിതത്തിൽ രക്ഷപ്പെടുത്താനും കൂടി പറ്റുന്ന, നമ്മൾ സാധാരണ ഒരു ബിസിനസ്സുകാരനായാൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായാൽ നമുക്ക് രക്ഷപ്പെടാം, മറ്റൊരാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു അവസരവും ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ മാത്രമല്ല, നമ്മളുടെ കൂടെ ഒരുപാട് കുടുംബങ്ങളുടെ ആരോഗ്യവും സമ്പത്ത് കൂടി പുഷ്ടിപ്പെടുത്തിയിട്ടാണ് നമ്മൾ രക്ഷപ്പെടുക. അപ്പം നമ്മൾ 30 പ്രൊഡക്റ്റിൽ ഞാൻ 2005 ഷോപ്പിട്ടെങ്കിൽ ഇന്ന് 400-ലധികം ഡെയിലി പ്രൊഡക്റ്റുകൾ, അതിന്റെ സെഗ്മെന്റ് വൈസ് എടുത്താൽ 4000-ലധികം. എന്നിട്ടും എന്തേ എന്നാ എനിക്ക് ചോദിക്കാനുള്ളത്. 2014 ആയപ്പോഴേക്കും കമ്പനി വീണ്ടും പിക്കപ്പ് സെന്ററുകാരുടെ താരിഫ് ചേഞ്ച് ചെയ്തു. ആട്ട ഓയിൽ 5% ഞാൻ തുടങ്ങുമ്പോൾ ഉണ്ടെങ്കിൽ, അന്ന് രണ്ടും ഉണ്ടായിരുന്നില്ല. മറ്റ് അതർ പ്രൊഡക്റ്റുകൾക്കൊക്കെ, FMCG പ്രൊഡക്റ്റുകൾക്കൊക്കെ. ഇന്ന് FMCG പ്രൊഡക്റ്റുകൾക്ക് 8%, ആട്ട ഓയിൽ ഏറ്റവും കൂടുതൽ വോളിയം നടക്കുന്നതാണ് 7%, ടൂളുകൾക്കൊക്കെ 10%, പെയിന്റ് രംഗപ്രവേശം ചെയ്തപ്പോൾ 2%, പിന്നെ അത് 5%, പിന്നെ അത് 7%, പിന്നെ അത് 10%. ഞാൻ എൻ്റെ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് 400 ലിറ്റർ പെയിന്റ് എടുത്തു കഴിഞ്ഞ ആഴ്ച. 400 ലിറ്റർ. RCMലൂടെ ഞാൻ കോഴിക്കോട് വരുന്നത് ഒരു വാടക വീട്ടിലാണ്. ഇപ്പൊ ഞാൻ 10,000 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള വലിയൊരു കമേഴ്സ്യൽ കോംപ്ലക്സ് സ്വന്തമായിട്ട് RCM ചെയ്തുണ്ടാക്കി. അത് 400 ലിറ്റർ പെയിന്റ് വാങ്ങിച്ച് അടിച്ചുകൊണ്ടിരിക്കുക RCM പെയിന്റർ. നിങ്ങൾ ചിന്തിക്കണം, അതിന് എനിക്ക് 10%
എത്ര കിട്ടും? MRP-യിൽ നിന്ന് ഏകദേശം 40% ഡിസ്കൗണ്ട്. PUC കമ്മീഷൻ എനിക്ക് 10%, പിന്നെയോ 28% PV കമ്മീഷനും. ശരിക്ക് ഏഷ്യനോ ബർജറോ നെരലോക്കോ ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന് അപേക്ഷിച്ച് എനിക്ക് എത്ര വ്യത്യാസം! ഏകദേശം ഒരു 60% ഡിഫറൻസിൽ എൻ്റെ ഷോപ്പ് ഞാൻ ബിൽഡിങ് സുന്ദരമായിട്ട് 2015 ഓഗസ്റ്റ് മാസം 17 വീണ്ടും ഞാൻ എൻ്റെ ഷോപ്പിനെ വിപുലീകരിച്ചു. ഗ്രേറ്റ് ഡയമണ്ട് സുരേന്ദ്രഭട്ട് സാറ്, ഗോകുമാർ സാറ്, അന്ന് മുർസാറ് എത്തിപ്പെടാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹം ബാംഗ്ലൂർ ആയെന്ന് തോന്നുന്നു. അല്ല, അദ്ദേഹം സ്ഥലത്തുണ്ട്, എന്തോ കാരണവശാൽ അദ്ദേഹത്തിന് എത്തിപ്പെടാൻ പറ്റിയില്ല. വേറെ എവിടെയോ പ്രോഗ്രാം ഉണ്ടായിരിക്കും, തിരുവനന്തപുരത്തോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. എനിവേ, നമ്മുടെ ലീഡേഴ്സിനൊക്കെ വെച്ച് ഗംഭീരമായിട്ട് അതിന്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചു. 2015 ചിങ്ങമാസം 1 ഓഗസ്റ്റ് മാസം 17 ആ ഷോപ്പിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നത്. മാറൂ മാറൂ മാറും നമ്മുടെ രാജ്യം, മാറും മാറും നമ്മുടെ രാജ്യം മാറും. പുതിയ ഭാരതത്തിന്റെ സ്വപ്നം ഇപ്പോൾ സത്യമായി തീരും. പുതിയ ഭാരതത്തിന്റെ സ്വപ്നം ഇപ്പോൾ സത്യമായി തീരും. സേവാഭാവം ഹൃദയത്തിൽ നിറയ്ക്കാം, ആരോഗ്യം കാക്കാൻ പ്രതിജ്ഞയെടുക്കാം. സേവാഭാവം ഹൃദയത്തിൽ നിറയ്ക്കാം, ആരോഗ്യം കാക്കാൻ പ്രതിജ്ഞയെടുക്കാം. സംസ്കാരത്തിൽ നിറഞ്ഞു ജീവിക്കും ജീവിതം. പുതിയ ഭാരതത്തിന്റെ സ്വപ്നം സത്യമായി തീരും. മാറും നമ്മുടെ രാജ്യം, മാറും മാറും നമ്മുടെ രാജ്യം മാറും. പുതിയ ഭാരതത്തിന്റെ സ്വപ്നം ഇപ്പോൾ സത്യമായി തീരും. ഗ്രാമം ഗ്രാമവും നഗരവും നഗരവും RCMന്റെ തിരമാല വീശുന്നു. സ്നേഹത്തിന്റെ പാചം ഭജിപ്പിക്കാം. നിങ്ങളൊരു ട്രോഫി കണ്ടില്ലേ? RCM എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു ഷോപ്പ് തുടങ്ങി RCMന്റെ സ്വപ്ന സമാനമായിട്ടുള്ള ഒരു കോർ ലീഡറിലേക്ക് എത്തിയപ്പോൾ കമ്പനി തന്നിരിക്കുന്ന, അതല്ലെങ്കിൽ ആനിവേഴ്സറിയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ട്രോഫിയാണ്. ഞാൻ ഇവിടെ വരുന്ന എല്ലാവരോടും പറയും, നിങ്ങൾ അതിന്റെ കൂടുതൽ ഒരു സെൽഫി എടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രോഫി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാൻ 3 വർഷം മതി. എനിക്ക് 17 വർഷം വേണ്ടി വന്നു. കാരണം ഞങ്ങളൊക്കെ RCM കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അച്ചീവർ ആയതാണ്. മുർ സാറാവട്ടെ, ഗോമാ സാറാവട്ടെ, തുടക്കക്കാരായിട്ടുള്ള ബിനു സാറാവട്ടെ, രാമൻ സാറാവട്ടെ, ഉണ്ടാക്കേണ്ടിയിരുന്നു അച്ചീവർ ആവാൻ. ഇന്ന് വരുന്ന പുതുതലമുറ ഷോപ്പ് എടുത്തിരിക്കുന്ന ആളുകൾ ഉണ്ടാക്കണ്ട. നിങ്ങൾ വെറുതെ നിങ്ങളെ സമയം ഫേസ്ബുക്കിലും വാട്സപ്പിലും കളയാതെ 3 വർഷം 1000 ദിവസം RCMന് വേണ്ടി മാറ്റിവെക്കൂ. നിങ്ങൾ പിന്നെ RCM ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ ജീവിതം ശരിക്കും സ്വർഗ സമാനമായിട്ട്, നാരായണന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗ സമാനമായിട്ട് കൊണ്ടുപോകാൻ RCM മതി എന്ന് ഞാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 500 ഫാമിലി ഉണ്ടാക്കുക ഷോപ്പിന്റെ ചുറ്റുവട്ടത്ത്. ഫാസ്റ്റ് ആക്കട്ടെ, ഒന്നുകൂടി 500 സമയത്തായി 500 ഫാമിലിയെ നമ്മളെ ഷോപ്പിന്റെ ചുറ്റുവട്ടത്ത് ഉണ്ടാക്കുക. 500 ഫാമിലി സ്വന്തം വീട്ടിലേക്ക് ഒരു 2000 രൂപയുടെ സാധനം വാങ്ങുന്നു ഉറപ്പുവരുത്തിയാൽ 10 ലക്ഷം ടേൺ ഓവറായി. 10 ലക്ഷം ടേൺ ഓവറിന് ഔട്ട്ലെറ്റ് കമ്മീഷൻ 8%, 80,000 രൂപ കിട്ടും. 1.5% ടേൺ ഓവർ കമ്മീഷൻ കിട്ടും, 15,000 രൂപ. ഇനി നമുക്ക് കുറച്ച് റീറ്റെയിൽ ചെയ്യാം. ഞാനൊക്കെ ഇപ്പോഴും റീറ്റെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് നേരത്തെ, ഒരു 10-20,000 രൂപയൊക്കെ മാസം MRP DP ഡിഫറൻസ് കിട്ടുന്ന രീതിയിൽ നമുക്കൊരു ഷോപ്പുകാരന് ഉറപ്പായിട്ടും ചെയ്യണം. അല്ലാതെ എന്തിനാണ് നമ്മൾ ഈ ബിസിനസ്സിന് നടക്കുന്നത്? നിങ്ങൾ എൻ്റെ ഷോപ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു പുറത്തൊരു ബാഗും വെച്ചിട്ട്. എൻ്റെ ജീവിതത്തിൽ കണ്ടുപരിചയമില്ലാത്ത കുറെ ഡിറ്റർജന്റ് പൗഡറും ലിക്വിഡും എൻ്റെ ഷോപ്പിന്റെ മേശപ്പുറത്ത് വെച്ചിട്ട് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, സാറേ ഇതൊന്ന് വാങ്ങിക്കണം, എൻ്റെ ജീവിതമാണ്. ഞാൻ ചോദിച്ചു, എന്താ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ വിറ്റാൽ നിങ്ങൾക്ക് കിട്ടുക? സാറേ എനിക്ക് മാസം 18,000 രൂപ ശമ്പളം ഉണ്ട്. എത്ര രൂപയുടെ സാധനം വെക്കണം? 3 ലക്ഷം രൂപയുടെ ടാർഗറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 10% എനിക്ക് മാർജിൻ തരും, ഒരു അഡീഷണൽ. എത്ര വർഷമായി ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? സാറേ 3 വർഷമായി. 3 വർഷമായി ശമ്പളം വാങ്ങിയിട്ടുണ്ട്. എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഞാൻ ആ ചെറുപ്പക്കാരനെ വിളിച്ചു അയാളുടെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളെ ജീവിതം 3 വർഷം നഷ്ടപ്പെട്ടു. ഇനി ഒരു 3 വർഷം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്ക്. നിങ്ങൾ 3 ലക്ഷം രൂപയുടെ സാധനം വിറ്റാൽ 75,000 രൂപ ശമ്പളം ഞാൻ നിങ്ങൾക്ക് തരും. എത്ര? 75,000 രൂപ ശമ്പളം. എനിക്കറിയാം 75,000 അവന് കൊടുത്താൽ 25,000 എൻ്റെ പോക്കറ്റിൽ ഇടാനുണ്ടാവും. മാത്രമല്ല, നിങ്ങൾ അഡീഷണൽ ചെയ്യുന്ന ഓരോ
ലക്ഷത്തിനും ഞാൻ നിങ്ങൾക്ക് 25,000 രൂപ ഇൻസെന്റീവ് തരും. അവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? മാത്രമല്ല, ഈ പ്രൊഡക്റ്റ് നിങ്ങൾ കൊടുത്താൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി, അടുത്ത പ്രാവശ്യം ചോദിച്ചു വാങ്ങിക്കും. ഇതുപോലെ എത്രയോ കമ്പനികൾക്ക് വേണ്ടി രാപകലില്ലാതെ വീട് വീടാന്തരം ബാഗ് തൂക്കി നടന്ന് ചെരുപ്പ് തേഞ്ഞ് ജീവിതം കംപ്ലീറ്റ് കോഞ്ഞാട്ടായിട്ട് കിടക്കുന്ന എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ കണ്ടെത്തൂ, അവർക്കൊരു തൊഴിൽ കൊടുക്കൂ, അവർക്കൊരു ജീവിതം കൊടുക്കൂ. റോയൽറ്റി കമ്മീഷൻ കിട്ടും 35,000 രൂപ. 10 ലക്ഷം ടേൺ ഓവർ ഒരു ഔട്ട്ലെറ്റ് ഇട്ട് സ്വന്തം ടീമിൽ ഉണ്ടാക്കിയാൽ 35,000 രൂപ റോയൽറ്റി കിട്ടുന്ന സ്റ്റേജിലേക്ക് എത്തും. അപ്പൊ എത്രയായി വരുമാനം? 1,50,000 രൂപ വരുമാനം വാങ്ങാൻ 500 ഫാമിലിയെ സ്വന്തം ടീമിലേക്ക് കൊണ്ടുവരിക. ഒരു ഷോപ്പ് ഇട്ടിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇത് തുറന്നു വെച്ച് മാന്തിയിരിക്കാതെ സഫീഷ്യന്റ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഇതുപോലൊരു ബിസിനസ് കാഴ്ചവെച്ച് 1.5 ലക്ഷം പോക്കറ്റിലിടും. സാറേ, കേൾക്കാൻ നല്ല സുഖമുണ്ട്, നിങ്ങൾക്ക് പറ്റുമോ? കാണിച്ചു തരാം ഞാൻ. നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടേ ഞാനിത് നിർത്തുള്ളൂ. RCMന്റെ സെയിൽസ് ഇൻസെന്റീവ് എങ്ങനെയാ കിട്ടുക? ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ഫസ്റ്റ് ഹാഫും ഒക്ടോബർ മുതൽ മാർച്ച് വരെ സെക്കൻഡ് ഹാഫും. ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് സെക്കൻഡ് ഹാഫ് ക്ലോസ് ചെയ്യാൻ പോവാണ്. ടേൺ ഓവർ കമ്മീഷൻ കിട്ടേണ്ട ആളുകൾ പ്രത്യേകം നോക്കണം. നിങ്ങൾക്ക് ഗിഫ്റ്റ് പ്രൊഡക്റ്റ്, സാറേ 12,50,000 ആയിട്ടുണ്ട്, പക്ഷേ കമ്പനി എനിക്ക് ടേൺ ഓവർ കമ്മീഷൻ ഒന്നും തന്നില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലോസിംഗിൽ എന്നെ ഒരാൾ വിളിച്ചു, ഒരു PUC കാരൻ. 12,50,000 ആയിട്ടും എന്തുകൊണ്ട് ടേൺ ഓവർ കമ്മീഷൻ തന്നില്ല? എനിക്കും സംശയമായി. അയാളോട് എന്താണ് ഒരു പശ്ചാത്തലം കമ്പനിക്ക്? ഇതൊരു സോഫ്റ്റ്വെയർ ആണല്ലോ ചെയ്യുന്നത്, ആളെ നോക്കിയല്ലോ കൊടുക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആളുടെ പരിശോധിച്ചപ്പോൾ അയാൾ 75,000 രൂപയുടെ ഗിഫ്റ്റ് പ്രൊഡക്റ്റാണ് കൊടുത്തത്. ഗിഫ്റ്റ് പ്രൊഡക്റ്റ് ടേൺ ഓവർ കമ്മീഷനിൽ പെടില്ല. അത് മൈനസ് ചെയ്താൽ അയാൾക്ക് 11,75,000 ഉള്ളൂ. പല പിക്കപ്പ് സെന്റർകാർക്കും ഈ അബദ്ധം പറ്റാറുണ്ട്. ഗിഫ്റ്റ് ഒഴികെ നിങ്ങൾ 12 ലക്ഷം ടേൺ ഓവർ ചെയ്താൽ 1% അഡീഷണൽ കിട്ടും. 25 ലക്ഷം ചെയ്താൽ 1.5% അഡീഷണൽ കിട്ടും. അറിഞ്ഞിരിക്കുക ലീഡേഴ്സ്, ടീമിലേക്ക് പറഞ്ഞു കൊടുക്കുക. ഈ ഗിഫ്റ്റ് പ്രൊഡക്റ്റ് അറിയാൻ നമുക്ക് സംവിധാനമുണ്ട്. എത്ര മാസത്തെ ഗിഫ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തു, ഇതെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിലുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. സാറേ, കുറെ കാലമായിട്ട് ഗിഫ്റ്റ് കൊടുക്കണം, ഇതൊന്നും കണ്ടുപിടിക്കാൻ എന്താ വഴി? എത്ര കൊടുത്തുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നിങ്ങളൊന്നും അറിയണ്ട, എല്ലാം കമ്പനി ചെയ്തു വെച്ചിട്ടുണ്ട്, നോക്കിയാൽ മതി. എങ്ങനെ നോക്കാന്നുള്ളതിലൊക്കെ നിങ്ങളെ ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെടുക. നമ്മളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും, അതിനുള്ള അവയർനെസ് തരും. ഇന്ന് അതിന് ഞാൻ മെനക്കെടുന്നില്ല. അറിയേണ്ട ആളുകൾ വിളിച്ചാൽ മതി. നിങ്ങളെ ലീഡേഴ്സ് ത്രൂ വിളിക്കണം. നാളെ തൊട്ട് നേരിട്ടിട്ട് എന്റെ നമ്പർ കറക്റ്റ് ചെയ്തിട്ട് എന്നെ വിളിക്കണ്ട. ലീഡർമാർ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് നിങ്ങളോട് ഇഷ്ടക്കുറവുകൊണ്ടല്ല, അവരും കൂടി പഠിക്കണം. അവിടെ ത്രൂ വരുമ്പോൾ, ഞാൻ അവർ ത്രൂ ആൻസറുകൾ നിങ്ങൾക്ക് തരുമ്പോൾ, അടുത്ത ക്വസ്റ്റ്യൻ അവരിലേക്ക് വരുമ്പോൾ എൻ്റെ അടുത്ത് എത്താത്തന്നെ നിങ്ങൾക്ക് ആൻസർ തരാൻ പറ്റും. അതുകൊണ്ടാണ് അവർ ത്രൂ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മാർച്ചിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. റെക്കോർഡ് ബിസിനസ് കൊയ്യാൻ പോകുന്ന മാസമാണ്. നിരവധി പിൻ ലെവലുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ട മാസമാണ്. നോമ്പ് പെരുന്നാളുകളൊക്കെ കഴിഞ്ഞു. ഇനി 10 ദിവസം കഷ്ടി നമ്മുടെ മുമ്പിലുള്ളൂ. നിരവധി അച്ചീവേഴ്സിന് അച്ചീവ് ചെയ്യണമെങ്കിൽ ഷോപ്പുകാരായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകൾ ഒന്നേ ചെയ്യേണ്ടൂ, സഫീഷ്യന്റ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്ന് നമുക്ക് അറിയാം, നോൺ FMCG പ്രൊഡക്റ്റുകൾ നമുക്ക് കമ്പനിയിൽ നിന്ന് ഓൺലൈനായിട്ട് എത്ര വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ ഡിപ്പോയിൽ പോകണ്ട, ക്യൂ നിൽക്കണ്ട, അവിടെ പോയിട്ട് ഡിപ്പോക്കാരനുമായിട്ട് അവർക്ക് എന്താ പറയുക, കയറ്റ് ചാർജ് കൊടുക്കണ്ട, ഇറക്ക് ചാർജ് കൊടുക്കണ്ട, ഒന്നും വേണ്ട. ഓർഡർ ഇട്ടാൽ കമ്പനി നിങ്ങളുടെ ഷോപ്പിനുള്ളിൽ എത്തിച്ചേരും. അതിനെക്കുറിച്ച് എനിക്ക് പറയാണ്ട, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആനുവൽ ടേൺ ഓവർ 50 ലക്ഷം ചെയ്യുന്ന PUC കാർ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വർഷത്തിൽ 47,500 രൂപ കിട്ടും. മാസം 39,500 രൂപ കിട്ടും. 39,500 രൂപ മാസം കിട്ടുമെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാം. സാറേ, 39,500 രൂപ കിട്ടിയാൽ സ്വന്തമായിട്ട് കിട്ടുമോ? അതിന് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഇല്ലേ, വാടകയില്ലേ, സ്റ്റാഫ് സാലറി ഇല്ലേ, ഇതൊക്കെ കൊടുക്കണ്ടേ? ഓക്കെ, എല്ലാം നിങ്ങൾ കൊടുത്തോ. എന്നാലും ഒരു 20,000 രൂപ പോക്കറ്റിലുണ്ടാവും. എന്നിട്ടും കിട്ടുന്നില്ലേ? എന്താ ടേൺ ഓവർ കൂട്ട്, 96 ലക്ഷം ആക്ക്, 9.5% കിട്ടും. അവിടെ ഏകദേശം 9,12,000 കിട്ടും. ആവറേജ് 76,000 കിട്ടും. സാറേ, അത് നടക്കൂല. എന്ത് 8 ലക്ഷം ടേൺ ഓവർ ആവറേജ് വന്നാൽ മതി? ഇന്നത്തെ കാലഘട്ടത്തിൽ RCMൽ 8 ലക്ഷം ടേൺ ഓവർ വരുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണോ? നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആനുവൽ ടേൺ ഓവർ 1,20,00,000 ആക്ക്, ശരാശരി മാസം 10 ലക്ഷം, 9.5% കിട്ടും. എത്ര കിട്ടും? 11,40,000, 95,000 രൂപ മാസം കിട്ടും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇനി നിങ്ങൾ അടുത്ത പേജ് നോക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എൻ്റെ ഈ വർഷം പിറന്ന ആദ്യത്തെ മാസത്തെ കച്ചവടം ജനുവരി 1 തൊട്ട് 31 വരെ എൻ്റെ ഷോപ്പിൽ നടന്നത് 22,47,278 രൂപയുടെ കച്ചവടം ഞാൻ ചെയ്തു. എൻ്റെ ഷോപ്പിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് എന്തുണ്ട്? വണ്ടർ വേൾഡ് ഉണ്ട്. എൻ്റെ ഷോപ്പിന്റെ 3 കിലോമീറ്റർ സറൗണ്ടിങ്സിൽ 5 ഷോപ്പുകൾ സജീവമായിട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടും 22,47,278 ചെയ്തെങ്കിൽ ഞാൻ നിങ്ങളെ കഴിഞ്ഞ സൈഡിലേക്ക് പോവാ. എത്രയാ ചെയ്യാൻ പറഞ്ഞത്? 10 ലക്ഷം ചെയ്താൽ 95,000 കിട്ടും. എല്ലാ ചെലവും കഴിച്ചാലും 60,000 രൂപ മാസം പോക്കലിടാം. അപ്പൊ എനിക്ക് എന്തിടാം? അടുത്ത സ്ലൈഡ് നോക്കിയാൽ നിങ്ങൾ ആനുവൽ ടേൺ ഓവർ 22 ലക്ഷം വേണ്ട, 20 ലക്ഷം ചെയ്താൽ തന്നെ ആനുവൽ ടേൺ ഓവർ 2,40,00,000 ഞാനൊരു കണക്കിന് വേണ്ടി അതൊക്കെ കഴിച്ച് വെറും 2 കോടി ടേൺ ഓവർ ആണ് ഈ 2 കോടിയൊക്കെ എൻ്റെ കഴിഞ്ഞു കേട്ടാ. 2 കോടി ടേൺ ഓവർ ആണ് ഈ സാമ്പത്തിക വർഷം ഞാൻ ചെയ്തെങ്കിൽ അതിന്റെ 9.5% എത്ര ഉണ്ടാവും? 19 ലക്ഷം രൂപ പിക്കപ്പ് സെന്റർ എനിക്ക് വരുമാനം തന്നു.
ആദ്യത്തെ മാസം 20,000 രൂപ കച്ചവടം തുടങ്ങിയപ്പോൾ വീട്ടുകാരെന്നെ വിളിച്ചു പറഞ്ഞു, മോനെ വേറെ വല്ല പണിക്കും കൂടെ. നാട്ടുകാരെന്നോട് ചോദിച്ചു, മണ്ടാ, രാജസ്ഥാനിൽ പോയിട്ട് ഇതുപോലുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് ആൾക്ക് പരിചയമില്ലാത്ത ഈ സാധനം 6% വിറ്റിട്ട് ജീവിതം വെറുതെ നഷ്ടപ്പെടുത്തല്ലേ. പക്ഷെ എന്റെ ലീഡർ എന്നോട് പറഞ്ഞു, സുജിത്തെ അതിന് ചെവി കൊടുക്കണ്ട, പഞ്ഞി വെക്ക് ചവിട്ടില്. നീ ഞാൻ പറയുന്നത് കേക്ക്, നിന്റെ ജീവിതം പച്ച പിടിക്കാൻ RCM നാളെ തുണയായിട്ട് മാറും. അതിന് ചെവി കൊടുത്തു. ഇന്ന് എന്റെ ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനം നിങ്ങൾ നോക്കിയേ, 1,58,000 രൂപ. നിങ്ങൾ 58,000 രൂപ ചെലവിലേക്ക് മാറ്റിവെക്ക്. വാടക, കാരണം ഡിജിറ്റൽ കോൺഫറൻസ് ഹോൾ വരെ എന്റെ ഷോപ്പിന്റെ താഴെ ഉണ്ട്. 58,000 രൂപ സ്റ്റാഫ് സാലറി വാടക കൂടി മാറ്റിവെക്ക്. 1,00,000 രൂപ മാസം കിട്ടുമോ? മാസം ഷോപ്പ് ലാഭകരമാണോ? ഇത് വിത്ത് എവിഡൻസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം. എനിക്ക് പറ്റുമെങ്കിൽ കേരളത്തിൽ എല്ലാവർക്കും പറ്റില്ലേ? എന്നെക്കാളും പറ്റുന്ന ആളുകൾ കേരളത്തിലുണ്ട്. അവരൊന്നും ഞാൻ എടുത്തിട്ടില്ല. കേരളത്തിൽ എന്നെക്കാളും ടേൺ ഓവർ ചെയ്യുന്ന വണ്ടർ വേൾഡുകളും വണ്ടർ വേൾഡ് ക്യുക്കും വണ്ടർ വേൾഡ് പ്രൈമും ഒക്കെ ഉണ്ട്. അവരുടെ കണക്കൊന്നും ഞാൻ കൂട്ടിയില്ല. ഞാൻ എന്റെ കണക്ക് മാത്രമേ കൂട്ടിയുള്ളൂ. എനിക്ക് പറ്റുമെങ്കിൽ കേരളത്തിലെ എല്ലാ PUC കാർക്കും പറ്റില്ലേ എന്നുള്ള എന്റെ ചോദ്യം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ PUC എന്താണെന്ന് അറിയണം. എവരി PUC ഈസ് കമ്പനീസ് പ്രോപ്പർട്ടി. നമ്മളെ സ്വന്തമല്ല. എനിബഡി ക്യാൻ ഡെവലപ്പ് ബിസിനസ് ദർ. ആർക്കും നമ്മളെ ഷോപ്പിൽ ബിസിനസ് ചെയ്യാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ളിൽ വേറെ ഒന്നുമില്ല. വാ വാ മോനെ, നീ എന്റെ ഷോപ്പിൽ വന്ന് കച്ചവടം ചെയ്യേ എന്ന് പറയണം. പല ഷോപ്പുകാരും എൻ്റെ അടുത്ത് വന്ന്, പല ആളുകളും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, സാറേ അവിടെ ചെന്നാൽ എന്റെ ടീമിലാണെങ്കിൽ ഒരു പെട്ടി ഓയിൽ, വേറെ ടീമിലാണെങ്കിൽ 2 ഓയിൽ അയാൾ തരൂല. മോനെ നീ ഇങ്ങോട്ട് വാ, നിനക്ക് എത്ര പെട്ടി ഓയിൽ വേണം ഞാൻ തരും. വേണോ നീ ഇവിടെ വന്നാൽ മതി, കോർ ലീഡർ ഒന്നും നോക്കണ്ട, ഞാൻ നിനക്ക് നിന്റെ വണ്ടിയിൽ കൊണ്ടുപോയി വെച്ച് തരാം, നീ ഇങ്ങോട്ട് വാ. ഞാൻ വിളിക്കാറുണ്ട്. കാരണം എന്താ, അങ്ങനത്തെ സർവീസ് കൊടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ ആ കച്ചവടം ചെയ്യാൻ യോഗ്യനല്ല. ദിസ് വിൽ ബ്രിങ് ദി ബിസിനസ് ഹൈ ഓട്ടോമാറ്റിക്കലി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ നമ്മളെ ബിസിനസ് തന്നെ കൂടിക്കോളും. വേറെ ഒന്നും നോക്കണ്ട. പിന്നെയോ, PUC നടന്ന ആളുകൾ പലപ്പോഴും നമ്മളെ ഷോപ്പിലേക്ക് വണ്ടിക്കാരെ ഏർപ്പാടാക്കുക ചെയ്യുക. മന്ത്ലി വൺസ് നിങ്ങൾ നിർബന്ധമായിട്ടും ഡിപ്പോയിൽ പോകണം. പുതിയ പ്രൊഡക്റ്റുകൾ, നിങ്ങൾ റെഗുലറായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ റിപ്പീറ്റ് ചെയ്തിടും. ഡിപ്പോയിൽ വരുന്ന പുതിയ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള അവയർനെസ് നിങ്ങൾക്ക് കിട്ടില്ല. എല്ലാ പ്രൊഡക്റ്റും സഫീഷ്യന്റ് സ്റ്റോക്ക് എടുക്കണം. ഡിപ്പോ മാനേജറുമായിട്ട് നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യണം. നമ്പർ ഓഫ് പർച്ചേസ് എല്ലാ മാസവും കൂട്ടണം. സ്റ്റോക്ക് അവൈലബിലിറ്റി കൂടണം ഷോപ്പിൽ. അതുപോലെ തന്നെ ഒരു ഹെൽത്തി റിലേഷൻ ഡിപ്പോക്കാരുമായിട്ട് ഉണ്ടാവണം. സാറേ, ആ ഡിപ്പോ മാനേജറെ ഞാൻ കൈകാര്യം ചെയ്യും കേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന എത്ര ആളുകളുണ്ട്? 21 വർഷമായിട്ട് ഞാനും ഡിപ്പോ മാനേജറുമായിട്ട് പല അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് 24 മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമില്ല. പണ്ട് മുർസാർ എപ്പോഴും ഒരു കഥ പറഞ്ഞു തരാറുണ്ട്. 2 സുഹൃത്തുക്കൾ ഒരു എന്താ പറയാ, മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോവുമായിരുന്നു. അങ്ങനെ കുറെ ദൂരം തന്ന് അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റിയപ്പോ ഒരുത്തൻ മറ്റവന്റെ ചെകിട്ടത്ത് കൊടുത്തു. വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ അവൻ ഒരു കമ്പെടുത്തിട്ട് ആ മണലാരണ്യത്തിൽ ഇങ്ങനെ ഉറക്കെ എഴുതി വെച്ചു, ദുഷ്ടൻ, നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവനായിട്ട് കാണുന്നു. കുറെ ദൂരം കഴിഞ്ഞു, ഇയാൾ മണലാരണ്യത്തിൽ നിന്ന് ഇങ്ങനെ പോയി വെള്ളം കിട്ടാതെ ഇയാൾ ഒരു സ്ഥലത്ത് വീണു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? അടിച്ച ചെറുപ്പക്കാരൻ ഇയാളെ തോളത്തെട്ട് നടന്ന് അയാളുടെ ഗ്രാമത്തിലെത്തിച്ചു. ഗ്രാമത്തിലെത്തിയപ്പോൾ തന്നെ ഇയാള് ഒരു നല്ല ഇരുമ്പ് വടിയെടുത്തിട്ട് ആ ഗ്രാമത്തിലെ വലിയൊരു പാറപ്പുറത്ത് എഴുതി വെച്ചു, ഈ സുഹൃത്തിന് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു കാലത്ത് ഞാൻ മരിക്കില്ല, എനിക്ക് ഇത്രമാത്രം സ്നേഹം തന്ന മറ്റൊരാളില്ല. അപ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, നീ അവിടെ എഴുതിയത് എന്താണ്? അങ്ങനെയല്ലല്ലോ നേരത്തെ എഴുതിയത്, അത് താൽക്കാലികം മാത്രം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ റിലേഷൻ. ഇത് ആജീവനാന്തമുള്ളതായിരിക്കണം. ഞാനും ഡിപ്പോ മാനേജറുമായിട്ടുണ്ടാവുന്ന അംഗം ഏറ്റവും കൂടുതൽ അറിയുന്നത് എൻ്റെ അപ്ലൈൻ ലീഡറായിട്ടുള്ള മുർസാറിനാണ്. പക്ഷേ അതിന് 24 മണിക്കൂറിനപ്പുറം ഞാൻ ദൈർഘ്യം കൊടുക്കാറില്ല. അത് അതോടുകൂടി അത് അവസാനിപ്പിക്കും. അങ്ങനെ ആയിരിക്കണം അപ്ലൈനും ഡൗൺലൈനും. അതുപോലെ തന്നെ അങ്ങനെ ആയിരിക്കണം നമ്മളുടെ ഡിപ്പോയും PUC കാരൻ നമ്മളുടെ ബന്ധം. അണ്ടർസ്റ്റാൻഡ് ദി റോൾ ഓഫ് ഡിപ്പോ. ഈ ബിസിനസ്സിൽ ഞാൻ മനസ്സിലാക്കുന്നു, 21 വർഷം മുമ്പ് കോഴിക്കോട് ഡിപ്പോ നടക്കുന്ന മിശ്ര ഒരു ലോറിയിൽ കയറി കോഴിക്കോട് വന്നപ്പോൾ അയാൾ ആദ്യമായിട്ട് ആ ഡിപ്പോ കാണിച്ചു കൊടുത്ത് അവിടെ കൊണ്ടുവരുത്തിയാണ് ഞാനാ. അന്ന് തൊട്ട് ഇന്ന് വരെ അയാൾക്കുണ്ടായ വളർച്ച എന്താണെന്നും അയാൾ നടത്തിയ ഡിപ്പോയിലൂടെ ഞാൻ എത്ര വളർന്നു എന്നുള്ളത് ബോധ്യമുള്ളത് കൊണ്ട് അയാളുടെ ഒരു വാക്കും എനിക്കൊരു സങ്കടമേ അല്ല. കാരണം ഞാൻ ഒരുപാട് വളർന്നു അയാൾ നടത്തിയ ഡിപ്പോയിലൂടെ. അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയാൽ അയാളുടെ ഡിപ്പോയും അവിടെ അയാൾ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റും ലാഭങ്ങളില്ലാതെ അയാൾ അവിടെ നമുക്ക് തരുന്ന സർവീസിനെ കുറിച്ചും നമുക്ക് അറിയാൻ തയ്യാറാവുമ്പോൾ നമുക്ക് അങ്ങേരെ കണ്ടാൽ മതി. അങ്ങേർക്ക് നമ്മളെപ്പോലുള്ള നിരവധി ആളുകളെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവണം. ഇത് കേരളത്തിൽ ഓരോ ഡിപ്പോക്കാരനെയും നമ്മൾ പെരുമാറുകയാണെങ്കിൽ എല്ലാ ഡിപ്പോക്കാരനുമായിട്ട് നമുക്ക് നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഡു നോട്ട് ജനറലൈസ് ദി ഇഷ്യൂസ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയോ, ഷോപ്പിൽ വരുന്ന ബില്ലുകൾ ഒരു കാരണവശാലും അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യരുത്, അതിനെ നിർബന്ധിക്കരുത്. പിന്നെയോ, ജോയിനിങ്ങിന് വേണ്ടിയിട്ട് 2000 രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മാത്രമേ RCMൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഷോപ്പുകാരൻ പഠിപ്പിക്കുക, ലീഡേഴ്സ് പഠിപ്പിക്കുക. നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ,
200 വാങ്ങിച്ചോളൂ, അത് അവിടെ എഴുതി വെച്ചോളൂ. അടുത്ത മാസം വീണ്ടും 200 വാങ്ങിച്ചോളൂ, അത് മൂപ്പര് എഴുതി വെച്ചോളും. പാർഷ്യൽ ബില്ലിൽ ജോയിനിങ് കൊടുക്കുകയും ചെയ്യരുത്. അങ്ങനത്തെ ആൾ ഒരിക്കലും RCMൽ സീരിയസ് ആയിട്ട് വരാനുള്ളതല്ല. 2000 അല്ല, 10,000 രൂപയുടെ സാധനം വാങ്ങിക്കാനുള്ള പ്രോഡക്റ്റ് ഇന്ന് RCMൽ ഉണ്ട്. അതുകൊണ്ട് പാർഷ്യൽ ബില്ലിൽ നോ ജോയിനിങ്. ഇത് കമ്പൽസറി പിക്കപ്പ് സെന്റർക്കാരും ലീഡേഴ്സും ഫോളോ ചെയ്യണം. അങ്ങനെ ഷോപ്പിലേക്ക് പറഞ്ഞേക്കാവൂ, അങ്ങനെ ഷോപ്പുകാരനും പ്രൊമോട്ട് ചെയ്യാവൂ. മെമ്പർ അല്ലാത്ത ഒരാൾക്കും ഡിസ്കൗണ്ട് റേറ്റിൽ പ്രൊഡക്റ്റ് കൊടുക്കരുത്. MRP കൊടുക്കൂ, അത് ഷോപ്പുകാരന് കിട്ടുന്ന ബെനിഫിറ്റാ. നോ ഡിസ്കൗണ്ട് അതർ മെമ്പേഴ്സ്, അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. ഇനി സ്വന്തം മെമ്പർഷിപ്പ് എടുക്കാതെ ഭാര്യയോ അല്ലെങ്കിൽ ഏട്ടനോ അനിയനോ ഒക്കെ ഒരു നമ്പറുമായിട്ട് വരുമ്പോൾ നിങ്ങൾ ആ ഒരു കണിശത കാണിക്കും ചെയ്യരുത്. അപ്പൊ നിങ്ങൾ കൊടുക്കുക. മെയിൻറ്റെയിൻ സഫീഷ്യന്റ് സ്റ്റോക്ക് ആസ് പെർ സെയിൽ, നമ്മളെ സെയിലിന് ആനുപാതികമായിട്ട് സ്റ്റോക്ക് കൂട്ടുക. എന്റെ ഷോപ്പിന്റെ ഞാൻ നേരെ ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റിൽ ഇപ്പോൾ ഏകദേശം 62 ബോക്സ് ഓയിൽ ഉണ്ട്. എനിക്കറിയാം ശരാശരി ഒരു ദിവസം എനിക്ക് ഒരു 15 to 20 ബോക്സ് വരെ ഓയിൽ വേണം. അപ്പോൾ എല്ലാ ദിവസവും ഷട്ടർ പൊന്തിക്കുമ്പോൾ ഒരു 50 ബോക്സിലും മേലെ ഓയിൽ എനിക്ക് എൻ്റെ ഷോപ്പിൽ വേണം. എൻ്റെ ഗോഡൌണിൽ എനിക്ക് 10 ചാക്ക് 5 കിലോയുടെ ആട്ടയും 10 ചാക്ക് 2 കിലോയുടെ ആട്ടയും എല്ലാ ദിവസവും വേണം. ഇതെനിക്ക് നിർബന്ധമാണ്. കാരണം ഒരു കസ്റ്റമർ എപ്പോഴാ വരാറില്ല. എനിക്ക് ഇഷ്ടംമാര് ഇന്ത്യക്കാരുണ്ട്. നമ്മൾ ചോറ് നിന്ന ആളുകളാണെങ്കിൽ അവർ ചപ്പാത്തിൻ്റെ ആളാ. സാധാരണ ഒരാൾ 5 കിലോ കൊടുത്താൽ 2 കിലോ മതി. നമ്മൾ നാട്ടുകാർ വരുമ്പോൾ ഹിന്ദിക്കാർ വന്നിട്ട് സാറേ ഒരു ചാക്ക് ആട്ട തരും എന്നാ പറയാ. അവനോട് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കച്ചവടം പോയി. ഇല്ല എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവൻ ഇങ്ങോട്ട് വരില്ല, വേറെ പൊതു മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കും. നോ എന്നൊരു വാക്ക് ഷോപ്പുകാരൻ പറയരുത്. ഇനിയോ മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും പ്ലാൻ ബുക്കും അതുപോലെ തന്നെ നമ്മൾ എന്തും കൊടുക്കണം, ടൂൾസ് കൊടുക്കണം. ഒരു 2000 രൂപയുടെ സാധനം വാങ്ങിച്ചു, നമ്മളെ പണി കഴിഞ്ഞു. ഇല്ല, 2000 രൂപയുടെ സാധനത്തിനേക്കാൾ പ്രാധാന്യത ഷോപ്പുകാരനും ലീഡേഴ്സും ടൂൾസിന് കൊടുക്കണം. ഈ ടൂൾസാണ് അവന് അറിവ് കൊടുക്കുക, അവനെ ഈ പ്രസ്ഥാനത്തിൽ പിടിച്ചു നിർത്തുക, അത് നിർബന്ധമായിട്ടും. പിന്നെ ഷോപ്പ് എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. മാറാല പിടിച്ച് പൊടി പിടിച്ച് ആളുകൾ ആദ്യം തന്നെ 560 ഏക്കർ സ്ഥലത്തുള്ള ഹെഡ് ഓഫീസ് ഒന്നും പോയിട്ട് കണ്ടിട്ടല്ല ജോയിൻ ചെയ്യുക. RCMനെ കുറിച്ച് ഒരു മെമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ ആ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജിയാണ് അയാളെ ഈ പ്രസ്ഥാനത്തിൽ പിടിച്ചു നിർത്തുക. അതുകൊണ്ട് ആദ്യം കയറി വരുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് പോസിറ്റീവ് എനർജി കൊടുക്കാൻ പര്യാപ്തമായ രീതിയിലായിരിക്കണം നമ്മളെ ഷോപ്പ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഒരു സ്ഥലത്ത് വാഷിംഗ് പൗഡർ അതിന്റെ മേലെ, ഹെയർ ഓയിലും ബാക്കി ഷാമ്പു അതിന്റെ മേലെ ഒന്നും ചെയ്യരുത്. വാഷിംഗ് പൗഡറിന്റെ ഒരു ഏരിയ, FMCGക്ക് വേറെ ഏരിയ, ടെക്സ്റ്റൈൽസിന് വേറെ ഏരിയ, കോസ്മെറ്റിക്സിന് സെപ്പറേറ്റ് ഏരിയ, ചപ്പൽസിന് ഏരിയ. എൻ്റെ ഷോപ്പിൽ വന്ന് നിങ്ങൾ നോക്കൂ, ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടാവും. ആ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. നിങ്ങൾ അതിൽ നോക്കുക. എല്ലാത്തിനും സെപ്പറേറ്റ് ഏരിയകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കണം, ഒന്നും ഒന്നിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ. അപ്പൊ തന്നെ ആളുകൾക്ക് ഒരു എനർജി കിട്ടും. വാഷിംഗ് പൗഡറിന്റെ കൂടെ ഫുഡ് ഐറ്റംസ് ഒരിക്കലും കൊണ്ടുപോയി വെക്കരുത്. ഇനി എനി സർക്കംസ്റ്റാൻസസ് നോ ക്രെഡിറ്റ്. കച്ചവടം കൂട്ടാൻ വേണ്ടിയിട്ട് PUCയിൽ കടം കൊടുക്കരുത്. മിഥ്യാധാരണയാണ്. 21 വർഷമായിട്ട് എൻ്റെ ഷോപ്പിൽ എനിക്ക് 1 രൂപ കിട്ടാനില്ല. ആരെങ്കിലും നാളെ തരാൻ നേരം പറഞ്ഞ് നിവൃത്തിയില്ലാതെ കൊടുത്താൽ ആ ദിവസം തന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ ഒരു കലിയാണ്. അതുകൊണ്ട് തന്നെ സുയിസാറിൻ്റെ അടുത്ത് ആരും കടത്തിന് വരാറില്ല. ഞാൻ ആരുടെ അടുത്തും കടം വാങ്ങിക്കാനില്ല, ഞാൻ ആർക്കും കടം കൊടുക്കാറില്ല. എനിക്കൊരു സാമ്പത്തിക ബാധ്യത ഇഷ്ടമല്ല. ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് എൻ്റെ സമ്പത്ത്, അതുകൊണ്ട് ഞാൻ ആർക്കും വെറുതെ കൊടുക്കൂല. എന്നാൽ ഒരാളുടെ സമ്പത്തും ഞാൻ അനധികൃതമായിട്ട് പിടിച്ചു വാങ്ങിക്കാറുമില്ല. കൃത്യമായിട്ട് TC ചാബ്രാജി പറയുന്നത് പോലെ ജീവിക്കുന്ന ഒരാളാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ അത് നമ്മളും ഫോളോ ചെയ്യണം. ഇനിയോ ടൈമിലി ആക്ഷൻ GSTയുടെ കാര്യത്തിൽ 40 ലക്ഷം ടേൺ ഓവർ വന്നാൽ നിർബന്ധമായിട്ട് നമ്മൾ GST എടുക്കണം. അത് റൂൾസ് ആണ്, അത് നിങ്ങൾ മറക്കാൻ പാടില്ല. 40 ലക്ഷം ടേൺ ഓവർ വന്നിട്ടും GST എടുക്കാത്ത എത്രയോ ആളുകൾ കേരളത്തിലുണ്ട്. അവർക്കൊക്കെ പണി കിട്ടും. ഞാൻ പറയാണ്, പണി കിട്ടും. ഇനി ഇന്നലെ മിനിയാന്നൊരു സംഭവം ഉണ്ടായി. ചിലപ്പോൾ ആ PUCക്കാരൻ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. GST എടുത്തു, ഡിപ്പോയിൽ വന്ന് ലോഡ് എടുത്തു, നേരെ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ GSTക്കാർ അവരുടെ സ്ക്വാഡ് വന്ന് പിടിച്ചു. നേരെ മുർസാറിനെ വിളിച്ചു, അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു. കോൾ കോൺഫറൻസ് ആയി. സാറേ, അങ്ങോര് ഇതില് ഇന്ന കാര്യം ഇല്ല എന്ന് പറയുന്നു, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ടേൺ ഓവർ എത്രയുണ്ട്? ഇത്രയുണ്ട്. നിങ്ങൾ GST എടുത്തു. എന്നിട്ട് GST എടുത്തു സാറേ. എന്നിട്ട് എന്ത് ചെയ്തു? സാറേ ഒന്നും ചെയ്തില്ല, GST എടുത്ത് വീട്ടിലുണ്ട്. GST എടുത്ത് വീട്ടിൽ വെച്ചിരിക്കാം മൂപ്പര്. GST എടുത്താൽ GSTക്ക് അപ്ലൈ ചെയ്ത് GST കിട്ടിക്കഴിഞ്ഞാൽ GST നമ്മുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ അപ്ലോഡ് ചെയ്ത് കമ്പനി അത് അപ്രൂവ് ചെയ്തിട്ട് മാത്രമേ ഡിപ്പോന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. പണി കിട്ടൂലേ? ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, പെരുന്നാളാണ്, നമ്മൾ ഓൺലൈൻ കമ്പനിയാണ്, 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെയുള്ള എല്ലാ ബില്ലുകളിലും GST വരും. ഈ മാസം റിട്ടേൺ ചെയ്യുമ്പോൾ ഞങ്ങൾ അത് ചെയ്തോളാം. സാധാരണ ട്രഡീഷണൽ ബിസിനസ് മാതിരിയല്ല നമ്മുടെ ബിസിനസ്. കൈയും കാലും പിടിക്ക്, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറയും. പുള്ളി GSTക്കാരന്റെ കൈയും കാലും പിടിച്ച് നൊലോളിച്ചു.
പാവം കണ്ണ് ചോരയുള്ള ഒരു GST-കാരനായിരുന്നു, അയാളെ വെറുതെ വിട്ടു. അപ്പോൾ പലരും ചെയ്യുന്നതാണ്, FSSI 1 ഇയർ കഴിഞ്ഞാൽ എക്സ്പയർഡ് ആവും, അത് റിന്യൂ ഒരു ദിവസം മുമ്പെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ഡിപ്പോയിൽ ബില്ലിംഗ് നടക്കില്ല. റിന്യൂ ചെയ്യുക, ഡോക്യുമെന്റ് വഴി അപ്ലോഡ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, ചെയ്യണം. ഇനിയോ പ്രൊഡക്റ്റ് 30 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യാനുള്ള ഒരു പോളിസി ഒറിജിനൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് ഉണ്ട്. RCMന് അത് ബാധകമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ കൊണ്ടുവന്നാൽ നമുക്കത് റിട്ടേൺ ചെയ്ത് കൊടുക്കാം, അതിൽ തെറ്റില്ല. ഹോം ഡെലിവറി സിസ്റ്റം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കമ്പനി പറയുന്നു. 2 ലക്ഷം വരെ 4%, അടുത്ത 2 ലക്ഷത്തിന് 2%, പിന്നീട് വരുന്നതിന് 1% അഡീഷണൽ കിട്ടും. ഹോം ഡെലിവറിയിലൂടെ കേരളത്തിൽ 5 ലക്ഷം വരെ ടേൺ ഓവർ കൂട്ടുന്ന ധാരാളം പിക്കപ്പ് സെന്ററുകളുണ്ട്. 5 ലക്ഷത്തിന് മേലെ സ്റ്റോക്കും ഫിസിക്കൽ സ്റ്റോക്കും കമ്പ്യൂട്ടർ സ്റ്റോക്കും ഈക്വൽ ആയിട്ടുള്ള ഏത് PUC-കാർക്കും സ്വന്തം PUC-യുടെ ചുറ്റുവട്ടത്തുള്ള 5ഓ 10ഓ തപാൽ പിൻകോഡ് ഏരിയ കമ്പനിക്ക് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ഹോം ഡെലിവറിക്ക് കമ്പനിക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ പെർമിറ്റ് ചെയ്യും, പിന്നെ ആ ഏരിയ വേറെ ആൾക്ക് കൊടുക്കില്ല. അവിടുന്ന് കമ്പനിക്ക് കിട്ടുന്ന ഓൺലൈൻ ഓർഡർ മൊത്തം നിങ്ങൾക്ക് റീഡയറക്ട് ചെയ്ത് തരും. അതിന് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രകാരമുള്ള കമ്മീഷൻ കിട്ടും. ഓൺലൈൻ ഓർഡറുകൾ പ്രോത്സാഹിപ്പിക്കണം. ഓൺലൈൻ ഓർഡറുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചെലവുമില്ലാതെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ചൂടോടുകൂടി നമ്മുടെ ഷോപ്പിലേക്ക് എത്തും. അച്ചീവ് നോൺ FMCG ടേൺ ഓവർ കമ്മീഷൻ. ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മിക്കുകയാണ്. നിങ്ങളുടെ ഒക്കെ വെബ്സൈറ്റിൽ പോയാൽ ഈ പേജ് ഒന്ന് കണ്ടോളൂ. ക്വാർട്ടർലി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിൽ എൻ്റെ ഈ മാസത്തെ എനിക്ക് ഈ ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ചിന്റെ ടേൺ ഓവർ കമ്മീഷൻ കിട്ടാൻ 1% അഡീഷണൽ കിട്ടാൻ കഴിഞ്ഞ പ്രീവിയസ് ക്വാർട്ടറിൽ ഞാൻ 5,14,973 ഞാൻ കമ്പനിയിൽ നിന്ന് ഓൺലൈനായിട്ട് എടുത്തു. എന്തൊക്കെ എടുത്തു? ഞാൻ ഡ്രസ് മെറ്റീരിയൽ എടുത്തു, ചപ്പൽ എടുത്തു, കീസോൾ പ്രൊഡക്റ്റ് എടുത്തു. ഇതൊക്കെയാണ് നോൺ FMCG പ്രൊഡക്റ്റുകൾ. 5,14,973 എടുത്തപ്പോൾ കമ്പനി എന്നോട് പറഞ്ഞു, ഈ ക്വാർട്ടറിൽ നിങ്ങൾക്ക് അഡീഷണൽ 1% എടുക്കണമെങ്കിൽ നിങ്ങൾ 10% വർധന വരുത്തണം. അപ്പൊ എത്രയാ 10%? 5,66,471.24. ഞാൻ അത് അച്ചീവ് കണ്ട, ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. 2% കിട്ടാൻ 20% വർധന വരുത്തണം. 2% കിട്ടാൻ. അപ്പൊ അതിന് എത്ര വേണം? 6,17,968 വേണ്ടത്. ഞാൻ കറണ്ട് ക്വാർട്ടറിൽ എത്ര ചെയ്തു കഴിഞ്ഞു? 6,26,143 ചെയ്തു കഴിഞ്ഞു. ഞാൻ 2% എലിജിബിൾ ആയി. എൻ്റെ 2.5 ലക്ഷം രൂപയുടെ ഓൺലൈൻ പ്രൊഡക്റ്റുകൾ ഓൺ ദി വേ ആണ്. ജസ്റ്റ് ഈ 5 ദിവസത്തിനുള്ളിൽ അതുകൂടി ഇവിടെ എത്തുമ്പോൾ ഈ ക്വാർട്ടറിൽ എൻ്റെ ടേൺ ഓവർ ഏകദേശം 9 ലക്ഷം വരും. 9 ലക്ഷത്തിന് 18,000 രൂപ എനിക്ക് അഡീഷണൽ ടേൺ ഓവർ കമ്മീഷൻ കിട്ടും. എനിക്ക് മാത്രമാണോ ഈ സൗകര്യം? എല്ലാ PUC-ക്കും ഇതില്ലേ? PUC-കാർക്ക് ഏറ്റവും സുഖം അതല്ലേ? ഒരു ചെലവുമില്ല. കമ്പനി നമ്മുടെ ഷോപ്പിനുള്ളിൽ എത്തിച്ചു തരും, ഫ്രഷ് പ്രൊഡക്റ്റ് എത്തിച്ചു തരും. അറിയണം, നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അറിയാത്ത ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇന്റൻഷനലി നമ്മുടെ ആളുകൾക്ക് ബില്ല് എഴുതി വെച്ച് അവർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ അടിച്ചു മാറ്റുന്ന സിസ്റ്റം ഉണ്ടാവരുത്. കച്ചവടം കൂടും എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് കൊടുക്കരുത്. ഷോപ്പിനുള്ളിൽ കംപ്ലൈന്റ് പറയാനോ ബ്ലെയിം പറയാനോ നെഗറ്റീവ് അടിക്കാനോ അതർ MLM സംസാരിക്കാനോ ഉള്ള വേദി കൊടുക്കരുത്. കഴിഞ്ഞ 21 വർഷമായിട്ട് എൻ്റെ ഷോപ്പിനുള്ളിൽ ഒരാളും അതർ MLM പറയാൻ വന്നിട്ടില്ല. ഗെറ്റ് ഔട്ട്. അവിടെ ചെന്നിട്ട് എന്നോടൊരാളും അതർ MLM പറഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ കൺസിസ്റ്റൻസി മറ്റാളുകൾക്ക് ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ അതർ പ്രൊഡക്റ്റ് കയറ്റി വെക്കരുത്. RCM പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ സാറേ നല്ല ചക്കര വന്നിട്ടുണ്ട്, ചക്കര. നമുക്ക് ബോൾ ഉഴുന്നുപരിപ്പില്ലല്ലോ, അത് കുറച്ച് വെച്ചാൽ എന്താ? നോ. 2005 മുതൽ 30 പ്രൊഡക്റ്റിൽ അന്ന് മുതൽക്ക് ഇന്ന് വരെ എൻ്റെ ഷോപ്പിൽ അതർ പ്രൊഡക്റ്റ് കയറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അന്തസ്സായിട്ട് നിന്ന് സംസാരിക്കുന്നത്, ഒരു കോർ ലീഡർ ആയതും. അതർ പ്രൊഡക്റ്റ് നമ്മുടെ ഷോപ്പിൽ വെക്കരുത്. ഇറഗുലർ വർക്കിംഗ് ടൈമിന് കൃത്യത വേണം. ഷോപ്പ് 10 മണിക്ക് എൻ്റെ തുറക്കും, രാത്രി 9 മണിക്ക് അടയ്ക്കുള്ളൂ. ഞാൻ 10:30-ക്കൊക്കെ അടയ്ക്കല്. പക്ഷേ എൻ്റെ കസ്റ്റമേഴ്സിനോട് ഞാൻ പറയില്ല 9 മണിക്ക് അടയ്ക്കും. എന്തെങ്കിലും കാരണവശാൽ എനിക്ക് 9:30-ക്ക് പോകേണ്ടി വന്നാൽ എൻ്റെ കസ്റ്റമർ എന്നെ പഴി പറയാൻ ഇടവരരുത്. അതുകൊണ്ട് ഏതൊരു കസ്റ്റമർ ലേറ്റ് ആയിട്ട് വന്നാലും ഞാൻ പറയും 9 മണിയാണ് നമ്മുടെ ടൈം. 9:30-ക്ക് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം. അത് വിചാരിച്ച് എപ്പോഴും 9:30-ക്ക് കയറി വരരുത്. കൃത്യമായിട്ടുള്ള വർക്കിംഗ് ടൈം, ഇറഗുലർ വർക്കിംഗ് ടൈം ഉണ്ടാവരുത്. എഴുതി വെക്കണം, അതിനനുസരിച്ച് തുറക്കണം. സിംപ്ലി സിറ്റിംഗ്. കച്ചവടം വരും എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ കടയിൽ ഇരിക്കരുത്. കച്ചവടം വരുത്താൻ ആവശ്യമായ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുവർത്തിച്ചു പോന്നാൽ നിങ്ങൾക്ക് ഇതൊരു മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ആണ്. ഒരു കോർ ലീഡർ ആവാനും ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ഒരു ഔട്ട്ലെറ്റുകാരനാവാനും നിങ്ങൾക്കിത് മതി. അതുകൊണ്ട് ഈ ഒരു മെനി സപ്പോർട്ട് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ധാരാളം സപ്പോർട്ടുകൾ കിട്ടുന്ന ഈ ഒരു സംവിധാനം ഉപയോഗിക്കുക.
RCMൽ വലിയ ഉയരങ്ങളിലേക്ക് എത്തുക. ഇതല്ലാതെ നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു വഴിയില്ല. ഇത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു ഗോഡ് ബ്ലസ്ഡ് ബിസിനസ് ആണ്. ഗോഡ് പോലുള്ള ഒരു വിഷണറി MD നമുക്കുണ്ട്. അദ്ദേഹം പറയുന്നു, ഭാഗ്യവാന്മാരാണ് കേരളത്തിൽ വന്നിരിക്കുന്ന, ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഓരോ PUCക്കാരും. നിങ്ങൾ ആ ഭാഗ്യം തിരിച്ചറിയണം. നിങ്ങൾ ഗുരുകുൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കയറൂ. അദ്ദേഹത്തിന്റെ ആധ്യാത്മികത എത്രമാത്രമുണ്ട്, അദ്ദേഹത്തിന്റെ അറിവ് എത്രമാത്രമുണ്ട്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ RCM ഒന്നും പ്രൊമോട്ട് ചെയ്യണ്ട, RCMന്റെ നന്മ മാത്രം പ്രൊമോട്ട് ചെയ്യൂ. നിങ്ങൾ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വലിയ രീതിയിൽ വഴിയൊരുക്കും. അപ്പൊ എല്ലാവർക്കും ഞാനൊരു നന്മ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിർത്തുന്നതിന് മുമ്പ് സാറേ, ഇതൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ഒരുപാട് മെനക്കെട്ടും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ മാതിരിയല്ല. കേരളത്തിലെ ഏറ്റവും സ്ലോ ആയിട്ട് രക്ഷപ്പെട്ട ഒരാളാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്, ഓർമ്മിക്കുക. ഈ ഒരു കഥ കൂടി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എന്റെ സെക്ഷൻ അവസാനിക്കുകയാണ്. ചാങ്മിങ് ഒരു ചൈനീസ് കർഷകനാണ്. പകൽ മുഴുവൻ അദ്ദേഹം പണിയെടുക്കും. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് സമയം അവിടെ അടുത്തുള്ള നദിക്കരയിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കും. ഇത് ചാങ്ങിന്റെ ഒരു ശീലമായിരുന്നു. ഒരു ദിവസം ചൂണ്ടയായിട്ട് ഇരിക്കുമ്പോൾ ഒരാള് നദിക്ക് മുകളിലുള്ള പാലത്തിൽ നിന്ന് നേരെ താഴേക്ക് എടുത്തു ചാടുന്നു. അയാൾ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നത് കണ്ട് ചാങ് വേഗം നീന്തി ചെന്ന് അയാളെ രക്ഷിച്ചു. അയാളെ കരയ്ക്ക് എത്തിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ചാങ് ചോദിച്ചു, എന്താ നിന്റെ പേര്? നീ എന്തിനാ ഈ കടുങ്കൈ ചെയ്തത്? എന്റെ പേര് ടാവോഷി എന്നാ. ഞാൻ ഒരുപാട് പണം കടം വാങ്ങി ഒരു കച്ചവടം ചെയ്തു. പക്ഷേ എന്റെ കൂട്ടുകാരൻ തന്നെ എന്നെ ചതിച്ചു കളഞ്ഞു. എനിക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടു. കടക്കാരുടെ പെരുമാറ്റം സഹിക്കാൻ പറ്റാതായി. എന്റെ ഇത്രയും വർഷത്തെ സ്വപ്നങ്ങളും അധ്വാനവും എല്ലാം വെറുതെ ആയല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് എല്ലാം അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ എന്ന് തോന്നി. ടാവോയുടെ അവസ്ഥ കണ്ടപ്പോൾ ചാങ്ങിന്റെ മനസ്സലിഞ്ഞു. അയാളെ ടാവോയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന് വസ്ത്രവും ഭക്ഷണവും ഒക്കെ നൽകിയതിനു ശേഷം ചാങ് പറഞ്ഞു, വാ, ഇനി നമുക്ക് അല്പം നടക്കാം. ഞാൻ നിനക്ക് എന്റെ കൃഷിസ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അവർ നടന്ന് ഒരു വലിയ മുളങ്കാട്ടിലെത്തി. അവിടെ ഏക്കർ കണക്കിന് വളർന്നു നിൽക്കുന്ന വമ്പൻ ചൈനീസ് മുളകൾ കാണിച്ചിട്ട് ചാങ് പറഞ്ഞു, ദാ, ഈ കാണുന്നതാണ് എന്റെ കൃഷി. ഞാൻ ഈ മുളകൾ വളർത്തി വിറ്റ് പ്രതിമാസം ലക്ഷങ്ങൾ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ നിൽക്കുന്ന ചൈനീസ് മുളകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ മുളയുടെ വിത്ത് നട്ടിട്ട് ഒരു വർഷം മുഴുവനും മുടങ്ങാതെ നനയ്ക്കണം. സമയാസമയങ്ങളിൽ വളമിടണം. പക്ഷെ എന്നാലും ഇത് മുളയ്ക്കില്ല. 2 വർഷമല്ല, 3 വർഷമല്ല, 4 വർഷങ്ങൾ ഒറ്റ ദിവസവും മുടങ്ങാതെ പരിചരിച്ചാലും ഒരു കൂമ്പ് പോലും വരില്ല. പക്ഷെ ഈ മുള വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന എനിക്കറിയാം നന തുടർന്നുകൊണ്ടേയിരിക്കണം എന്ന്. കാരണം 5 വർഷങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു കുഞ്ഞു മുള മണ്ണിന് പുറത്തേക്ക് തല നീട്ടി വരും. പിന്നെ എല്ലാം ശരവേഗത്തിലാണ് നടക്കുക. അടുത്ത 6 ആഴ്ച കൊണ്ട് ഈ മുള ഏകദേശം 90 അടി, അതായത് 9 നില കെട്ടിടത്തിന്റെ അത്രയും വരെ ഉയരം വയ്ക്കാം. ഈ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ചെടിയാണ് ഈ ചൈനീസ് ബാംബു. 1 മണിക്കൂറിൽ അത് 4 സെന്റിമീറ്റർ വരെ വളരും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോ ആ കഴിഞ്ഞുപോയ 5 വർഷങ്ങൾ ഇവിടെ മണ്ണിനടിയിൽ എന്ത് നടക്കുകയായിരുന്നു? വിശ്വാസം വരാതെ ടാവോ ചോദിച്ചു. നല്ല ചോദ്യം. 5 വർഷങ്ങൾ കൊണ്ട് മുള അതിന്റെ വേരോട്ടം നടത്തി അതിനെ മറിയാതെ 19 വർഷം പിടിച്ചു നിർത്താനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയായിരുന്നു. ഇനി ടാവോ ഒന്ന് ആലോചിച്ചിട്ട് പറയൂ, ഈ കാണുന്ന 90 അടി ഉയരാനായിട്ട് ഈ മുള 6 ആഴ്ചയാണോ എടുത്തത്? അല്ല, 90 അടി ഉയരാൻ അത് 5 വർഷവും 6 ആഴ്ചയും എടുത്തു. മിടുക്കൻ. ഇത്രയും വർഷമായിട്ട് ഞാൻ മുളച്ചില്ലല്ലോ, എന്നാ ഇനി അങ്ങ് ചത്ത് കളഞ്ഞേക്കാം എന്ന് മുള തീരുമാനിച്ചിരുന്നെങ്കിലോ ഇന്ന് ഈ കാണുന്നതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങളുണ്ട്. ചിലർക്ക് 3-4 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് ജീവിതം പച്ചപിടിക്കും. മറ്റു ചിലർക്ക് കുറച്ചുകൂടെ സമയം വേണ്ടി വരാം. പക്ഷേ അതിനർത്ഥം ഇനി വിജയിക്കില്ല എന്നല്ല. പ്രതീക്ഷ കൈവിടാതെ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് എന്നും വെള്ളം ഒഴിച്ചാൽ അല്പം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നതുറപ്പാണ്. വിജയിച്ചിട്ടുള്ള എല്ലാവരുടെ നേട്ടങ്ങൾക്ക് പിന്നിലും ഇതുപോലെ തുടർച്ചയായ അധ്വാനത്തിന്റെ ദിനരാത്രങ്ങളുണ്ട്. ടാവോ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ ജീവിതം തോറ്റ് പിന്മാറാനുള്ളതല്ല, എന്നും പരിശ്രമിച്ച് മുന്നേറാനുള്ളതാണ്. അതെനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ഇനിയും നിങ്ങളെ കാണാൻ വരും. അന്നും നമ്മൾ ഇതുപോലെ ഇവിടെ ഇരിക്കും. അന്ന് പക്ഷേ ഞാൻ എന്റെ വിജയകഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ടാവോ പുഞ്ചിരിച്ചുകൊണ്ട് നടന്നകന്നു. താങ്ക് യു. അപ്പോ നിങ്ങൾ എല്ലാവരും ഇതുപോലൊരു വിജയകഥ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ കാണുമ്പോൾ നിങ്ങളുടെ വിജയത്തിന്റെ കഥകൾ ഷെയർ ചെയ്യണം. ചില ആളുകൾക്ക് ചിലപ്പോൾ അല്പം നേരത്തെ ആവും, ചില ആളുകൾക്ക് അല്പം ഡിലേ ആവും. പക്ഷേ ഉറപ്പായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന് ബിസിനസ് ചെയ്യുന്ന ആർക്കും വിജയം ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ജയ് ആസിയൻ.